ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത് സൊല്യൂഷൻ, അതിന്റെ കണ്ടന്റ്, അതിലെ പാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഇത് മിക്സ് ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. ഇന്ന് നമ്മൾ അതിൽ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക്, ഏറ്റവും ടഫ് ടോപ്പിക് ആണ്. എന്താണ് അത് മാത്രമേ ഉള്ളൂ ആ ചാപ്റ്ററിൽ ഏറ്റവും ടഫ് ടോപ്പിക്, അബ്നോർമൽ മോളിക്കുലർ മാസ്. അബ്നോർമൽ മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ ആ ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച ഒരാൾക്ക് അതിലെ ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് അബ്നോർമൽ മോളിക്കുലർ മാസ്, ഐ എന്ന് പറയുന്ന ഒരു ഏരിയ കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഏരിയ ആണ് നോട്ട്. ഇതിനു മുമ്പ് എഴുതാത്ത ആൾക്കാർ, എല്ലാ ആൾക്കാരും വീണ്ടും എഴുതി വെച്ചോ കേട്ടോ. ഓക്കെ, ഒന്നും കൂടി എഴുതിക്കോ. അബ്നോർമൽ മോളിക്കുലർ മാസ്. അവിടെ ആദ്യം വരുന്നതാണ് ഐ. അബ്നോർമൽ മോളിക്കുലർ മാസിൽ ആദ്യം വരുന്ന ഐ വാൻ ഹോഫ് ഫാക്ടർ ആണ്. വാൻ ഹോഫ് ഫാക്ടർ ഐ ഈക്വൽ ടു എന്താ ഇക്വേഷൻ എന്ന് പറഞ്ഞേ? നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളിക്കുലർ മാസ് കേട്ടോ. ഓക്കെ, വേഗം എഴുതി വെക്കുക. നോർമൽ മോളിക്കുലർ മാസ്, നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളിക്കുലർ മാസ്. നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളിക്കുലർ മാസ്. ഓർ ഐ ഈക്വൽ ടു വേറൊരു ഇക്വേഷൻ ഉണ്ടായല്ലോ. എന്തായിരുന്നു? കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കേട്ടോ. ഓക്കെ, അപ്പോ അത് എഴുതണമെന്ന് ഇല്ല, ഇത് ഏതെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തത് ഐ വന്നു കഴിഞ്ഞാൽ എല്ലാ ഇക്വേഷനിലും ഇവിടെ പഠിച്ചേക്കുന്ന 4 ഇക്വേഷൻ ഉണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു? അതിലെല്ലാത്തിലും ഐ വെക്കണം. അപ്പൊ എന്തായിരിക്കും ഇക്വേഷൻ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് പേപ്പർ പ്രഷർ. ഇക്വേഷൻ എന്തായിരുന്നു? പി നോട്ട് മൈനസ് പി ഡിവൈഡഡ് ബൈ പി നോട്ട് ഈക്വൽ ടു x2. x2 എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സോല്യൂട്ട്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ചോദിച്ചു പോകണം, ലാസ്റ്റ് ക്ലാസ്സിൽ വീണ്ടും നമ്മൾ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, പി നോട്ട് മൈനസ് പി ഡിവൈഡഡ് ബൈ പി നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും? x2. x2 എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സോല്യൂട്ട്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഇങ്ങനെ കണ്ടതാണ് കേട്ടോ. ഓക്കെ, അത് മനഃപൂർവ്വം പറയാത്തതാണ്, പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പി നോട്ട് എന്ന് കണ്ടാൽ എന്താണ്? പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്. അപ്പൊ എപ്പോഴും പി നോട്ട് കണ്ട സോൾവെന്റ് പ്രഷർ അങ്ങനെ പഠിച്ചാൽ മതി, അതാണ് ഇപ്പൊ ടെക്സ്റ്റ് ബുക്കില് പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒന്നും വേണ്ട, സോൾവെന്റ് പ്രഷർ. പി എന്തായിരിക്കും? പ്രഷർ ഓഫ് സൊല്യൂഷൻ. അങ്ങനെ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ രീതിയിൽ പഠിക്കണം. ഇനി ഇവിടെ 1 കണ്ടില്ല സാറേ, ഇനി തെറ്റി. ഇനി ഗൈഡുകളിൽ നോക്കുമ്പോഴേ ഇവിടെ എ ആയിരിക്കും. അയ്യോ സാറേ എ അതൊന്നുമില്ല കേട്ടോ, ഓർത്ത് വെക്കാം. ഈ പി നോട്ട് എ എന്നൊക്കെ പറഞ്ഞാലും എന്ത് തന്നെയാണ്? പ്രഷർ ഓഫ് സോൾവെന്റ് കേട്ടോ. ഓക്കെ, അപ്പോ എ എന്ന് കാണാം, 1 എന്ന് കാണാം, ഇവിടെ x2 പകരം ബി എന്ന് ഗൈഡുകളിൽ കാണാം ഏതെങ്കിലും ബുക്കിൽ. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് സോല്യൂട്ട്. പി നോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോൾവെന്റ് പ്രഷർ കേട്ടോ. ഓക്കെ, ഇനി ഐ വന്നാൽ, അബ്നോർമൽ മോളിക്കുലർ മാസ് വന്നാൽ ഇതിന്റെ ഫ്രണ്ടിൽ ഐ വരും, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ഇക്വേഷൻ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. ഇവിടെ ഐ ഉണ്ടെങ്കിൽ ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം. ഇനി ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു എന്തായിരുന്നു? ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം. ദെൻ നെക്സ്റ്റ് ലാസ്റ്റത്തെ പൈ ഈക്വൽ ടു ഐ ഇൻറ്റു സി ആർ ടി. സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ, കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അത് മൊളാരിറ്റി, മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ദെൻ റെഡിമെയ്ഡ് ഇക്വേഷൻ W2 divided by M2 into 1000 divided by VML കേട്ടോ. ml ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ എന്താ? വോളിയം ഇൻ ലിറ്റർ കേട്ടോ. ഓക്കെ, അപ്പോ ഇതെല്ലാം മൊളാരിറ്റി ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ കേട്ടോ. ഓക്കെ, നോർമലി ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ എന്തെടുക്കണം? നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഏത് ടേമും അവിടെ ഉപയോഗിക്കാം കേട്ടോ. നോർമലി അതെന്തായിരിക്കും? മൊളാരിറ്റി. നോർമലി മൊളാരിറ്റി. ഇൻ കേസ് തന്നിട്ടില്ല എങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. ഡെൻസിറ്റി ഒക്കെ തന്നിട്ടില്ല, ഈ സി മാത്രമേ തന്നിട്ടുള്ളൂ. മൊളാരിറ്റിക്ക് പകരം മൊളാരിറ്റി ആണെങ്കിൽ അത് യൂസ് ചെയ്യാം ഇൻ കേസ് കേട്ടോ. നോർമലി മൊളാരിറ്റി. ഈ പറയുന്ന എല്ലാ ഇക്വേഷന്റെ ഫ്രണ്ടിലും ഐ വരും. അപ്പൊ ഐ ആരാണ്? ഐ എന്തായിരുന്നു എന്നാ പറഞ്ഞേ? വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അബ്നോർമൽ മോളിക്കുലർ മാസ്. നോർമൽ അല്ലാത്ത മോളിക്കുലർ മാസ് കാണിക്കുന്നതിനെയാണ് അബ്നോർമൽ മോളിക്കുലർ മാസ്. അങ്ങനെയാണെങ്കിൽ കഥ നമുക്ക് കൊണ്ടുവരാം. ഒരു വാട്ടർ ആണ്, വാട്ടറിന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 18 അല്ലെ? വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? H2O, ഹൈഡ്രജൻ 2, ഓക്സിജൻ എത്രയാ? 16. 16 + 2 എന്തായിരിക്കും? 18.
അതിനേക്കാൾ സാറിന് കൂടു ഇല്ല. ഗ്ലൂക്കോസ് എന്തായിരുന്നു? C6H12O6. മോളിക്കുലർ മാസ് എത്രയാ? വേഗം പറഞ്ഞോ. ശരിയാ, 180. പഠിച്ചിട്ടുണ്ട്, വെരി ഗുഡ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെയിൻ ഷുഗർ എന്തായിരുന്നു? ഇത് രണ്ട് കാണാൻ പഠിക്കണം. C12H22O11 342. കാണാതെ പഠിച്ചു നോക്കണം കേട്ടോ. 342. കാരണം കെയിൻ ഷുഗർ ഒക്കെ വരുമ്പോ ക്വസ്റ്റിന്റെ മിക്കപ്പോഴും റിപ്പീറ്റഡ് ആണ്. കെയിൻ ഷുഗർ C12H22O11 342. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ എല്ലാത്തിനും തരുന്നുണ്ട് മോളിക്കുലർ മാസ്. അതുകൊണ്ട് ഇല്ല, കാരണം കഴിഞ്ഞ വർഷം മുതൽ ഞാൻ എടുത്ത് റിപ്പീറ്റ് ചെയ്യാം. കഴിഞ്ഞ വർഷം മുതൽ നിങ്ങൾക്ക് അങ്ങനെയായി ലോഗരിതത്തിന്റെ വാല്യൂ തരുന്നുണ്ട്, മോളിക്കുലർ മാസ് ഒക്കെ തരുന്നുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ക്വസ്റ്റ്യൻ എളുപ്പമാണ്, ട്രിക്കി ആയിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ ട്രിക്കി ആയിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയി. ഇനി ഇതിന്റെ ഫ്രണ്ടില് ഐ എങ്ങനെ കണ്ടെത്തും അതിലേക്കാണ് കൊണ്ടുവരുന്നത്. അത് ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. ഐ എന്ന് പറയുന്നത്, ഐക്ക് രണ്ട് കണ്ടീഷനാണ്, അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ കേട്ടോ. അപ്പൊ അടുത്ത ഹെഡിങ് എഴുതി വെക്കുക, ഡിസോസിയേഷൻ. ഐ എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 കേട്ടോ. ഓക്കെ, ഐ ഗ്രേറ്റർ ദാൻ 1 കേട്ടോ. ഓക്കെ, 1നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അപ്പൊ ഡിസോസിയേഷനിൽ ഐ ഗ്രേറ്റർ ദാൻ 1. ദെൻ എക്സാമ്പിൾ കേട്ടോ, അതിന്റെ താഴെ എക്സാമ്പിൾ എഴുതാം. NaCl സോൾട്ടുകളെല്ലാം കേട്ടോ. NaCl എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തു നോക്കാം, നിങ്ങൾക്ക് അത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല ഈ കാര്യം. ഇവിടെ തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ജനറൽ സോൾട്ട്. സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സോൾട്ട് പഠിച്ചേക്കുന്നത് എവിടെയാ? 10th. വെരി ഗുഡ് അല്ലെ? ആ ചാപ്റ്ററിന്റെ പേരെന്താ? ആസിഡ്, ബേസ് ആൻഡ് സോൾട്ട്. അത് സെക്കൻഡ് ചാപ്റ്ററാ. അവിടെ നിങ്ങൾക്കറിയാം സോൾട്ട് എന്ന് പറയുമ്പോൾ ആസിഡും ബേസും കൂടി മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ന്യൂട്രലൈസേഷൻ റിയാക്ഷനിലാണ് സോൾട്ട് പ്ലസ് വാട്ടർ കിട്ടുന്നത്. ന്യൂട്രലൈസേഷന്റെ ജനറൽ ഐഡിയ എന്ന് പറയുന്നത് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽസ് ആയിരിക്കും. അപ്പൊ മെറ്റലും നോൺ മെറ്റലും മിക്സ് ചെയ്യുന്ന എന്തെങ്കിലും കണ്ടാൽ അപ്പൊ തന്നെ എന്തായിരിക്കും? അത് ഡിസോസിയേഷൻ. അപ്പൊ ഏതൊക്കെ സോൾട്ടുകൾ ഉണ്ടാവും? CaCl2 കാൽസ്യം, മെറ്റൽ അല്ലേ, ക്ലോറൈഡ്, CaCl2, NaCl, MgCl2 ഉണ്ടോ? ഓക്കെ, സ്ട്രോൺഷ്യം ക്ലോറൈഡ്, സ്ട്രോൺഷ്യം ബ്രോമൈഡ്, അങ്ങനെയൊക്കെ തന്നാൽ അപ്പൊ തന്നെ ഐ ആണ് എന്ന് ഓർത്തു നോക്കണം. ഐ വന്നിട്ടുണ്ട്. അപ്പൊ സോൾട്ടുകൾ തന്നാൽ ഈ ചാപ്റ്ററിൽ സോൾട്ട് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വരുന്നതെങ്കിൽ അത് നിങ്ങൾ ഓർത്തു വെക്കാം. അതിലെന്തുണ്ടാവും? ഐ ഉണ്ടാവും. അതിലെന്തായിരിക്കും? ഡിസോസിയേഷൻ ആയിരിക്കും. ആദ്യം ഓർത്തു വെക്കേണ്ടത് ആ ഒരു കാര്യമാണ്. ഇനി ഇവിടെ ഓർത്തു വെക്കുക, NaCl വാട്ടറിൽ ഇട്ടാൽ Na പ്ലസ് ആൻഡ് Cl മൈനസ്, അങ്ങനെ സ്പ്ലിറ്റ് ആകും. സോ ഐ ഈക്വൽ ടു എന്തായിരിക്കും? എത്രയുണ്ട്? ഒരു NaCl അല്ലേ, അത് വാട്ടറിൽ ഇട്ടപ്പോ Na പ്ലസും Cl മൈനസും, ഐ ഈസ് ഈക്വൽ ടു 2. ഇനി നെക്സ്റ്റ് MgCl2 എന്തായിരിക്കും? വാട്ടറിൽ ഇട്ടാൽ Mg2 പ്ലസ് പ്ലസ് 2Cl മൈനസ്. ഓക്കെ, ഒരു Mgയും 2Cl, അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 1 Mgയും 2Cl, അപ്പൊ എത്രയായി? 3. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു 3. ഇത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണ്. എന്താ പറയുന്നത്? കംപ്ലീറ്റ് ഡിസോസിയേഷൻ. ഇനി ശ്രദ്ധിക്കുക, ഇതില് ബോർഡിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് K4FeCN6 ടൈം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ശ്രദ്ധിച്ചു കേട്ടോ, നല്ല വെറൈറ്റി ആയിട്ടോ അവന്മാര് ചോദിക്കാറ്. ഇത് നിങ്ങൾ എവിടെ പഠിച്ചേക്കുന്നതാണ്? കോർഡിനേഷൻ കോമ്പൗണ്ട്. അതും ഈ ചാപ്റ്ററും തമ്മിൽ മിക്സ് ചെയ്യുന്നു. കോർഡിനേഷൻ കോമ്പൗണ്ടിലെ രണ്ടാമത്തെ ടോപ്പിക് എന്താണ്? സെക്കൻഡ് ടോപ്പിക്, ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ സോൾട്ട് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് വാട്ടറിൽ ഇട്ടാൽ എന്ത് പറ്റും? അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യില്ല. എന്ത് വരും? 4K പ്ലസ് എന്ത് വരും? FeCN6 ടൈം ഉണ്ടോ? FeCN6 ടൈം 4 മൈനസ്. ഇവിടെ ശ്രദ്ധിക്കുക, എത്ര ആൾക്കാരുണ്ട് ഇവിടെ? 4 പ്ലസ് 1 ടോട്ടൽ ഐ എത്രയാവും? 5. ഐ എത്രയാവും? 5. കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്ന I5. ഇത് ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്ന് പറഞ്ഞാൽ വാൻ ഹോ ഫാക്ടർ ഐ എങ്ങനെയൊന്നും ചോദിക്കത്തില്ല. അവര് ചോദിക്കും ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M, അങ്ങനെയല്ലേ? ഓർത്തു വെക്കാം. അവർ ചോദിക്കുന്നത് ഇത്രയാണ്, മൊളാരിറ്റി 1 മോളാർ ഈ കോമ്പൗണ്ട് ഇട്ടു, 1 മോളാർ NaCl ഇട്ടു, ഏതിനായിരിക്കും കൂടുതൽ ഡെൽറ്റ TB? ക്വസ്റ്റ്യൻ മനസ്സിലായോ? 1 മോളാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അല്ലെ? ഇവിടെ 1 ഇട്ട് കൊടുത്തു അല്ലെ? രണ്ടിനും മൊളാരിറ്റി സെയിം ആണെന്ന് പറയും. അപ്പൊ മൊളാരിറ്റി സെയിം ആണ്. വാട്ടറിലാണ് ഇടുന്നത്, അപ്പൊ KB സെയിം ആണ്. പിന്നെ ഐ മാത്രമായിരിക്കും. ഐ എന്റെ കാര്യമൊന്നും അവർ പറയില്ല, അപ്പൊ നമുക്ക് കിട്ടത്തില്ല. ഐ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? 5 വരും. ഇവിടെ എത്ര വരും? 2. എത്ര ടൈമാണ് ഡിഫറൻസ് എന്ന് ചോദിക്കും. അപ്പൊ എന്തായിരിക്കും? എത്ര ടൈം ആയിരിക്കും? ഇത് തമ്മിലുള്ള ഡിഫറൻസാ എത്രയാ? 3 ആണോ? ഇത് NaCl ഇതും തമ്മിൽ ഇത് 2, ഇത് 5. അപ്പൊ എങ്ങനെയായിരിക്കും? ഈ NaCl ഇത് നമ്മളുടെ റേഷ്യോ എത്രയായിരിക്കും? 2:5. 2:5 കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ 2/5 ടൈം, അല്ലെങ്കിൽ 5/2. 5/2 ആണ് ശരിക്കും. ഡബിൾ ചോദിക്കുമ്പോൾ
5/2 ടൈം പറഞ്ഞ 2.5 ടൈം ഡബിൾ ആണ് അല്ലെ, 2.5 ടൈം ഡബിൾ ആണ്. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോ ആ രീതിയിൽ ഓർത്തു വെക്കണം ഈ ക്വസ്റ്റ്യൻസ്. ഇനി ഇതിന്റെ എന്താണ് റിയാലിറ്റി ആ ക്ലിയർ ആയിട്ട് പറയുമ്പോൾ, ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾ ഇഷ്ടം പോലെ പറഞ്ഞു പഠിപ്പിച്ച കഥ തന്നെയാണ് വീണ്ടും പറയുന്നത്. ഓർമ്മയുണ്ടാവുമല്ലോ അല്ലെ? ഓക്കെ, കാര്യം ഇത്രേ ഉള്ളൂ. ഇത് ഐ എന്ന് പറയുന്ന ഫാക്ടർ ഒരാള് എത്ര പോലെ ആക്ട് ചെയ്യുന്നു? 5 ആൾക്കാരെ പോലെ. പണ്ട് പറഞ്ഞേക്കുന്ന ഒരേ കഥ തന്നെയാണ്. ആക്ച്വലി ഓർത്തു വെക്കുക, ഒരു ബർത്ത്ഡേ പാർട്ടി ആണെന്ന് കരുതാം. ഇയാളുടെ ബർത്ത്ഡേ ആണ്, ഇയാൾ എല്ലാവർക്കും സ്വീറ്റ് കൊടുക്കുന്നു. ഇയാൾ ഇവിടെ കൗണ്ട് ചെയ്തേക്കുന്നത് 1 നമ്പർ വെച്ചിട്ടാണ്. ആകെ ടോട്ടൽ ആയിട്ടുള്ളത് 20 ആൾക്കാരാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 20 സ്വീറ്റ്സ് ആണ് താൻ കൊണ്ടുവരുന്നത്. ഓക്കെ, തന്റെ ബർത്ത്ഡേ ആണ്, താൻ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ എല്ലാവരെയും കൗണ്ട് ചെയ്തേക്കുന്നത് എത്രയാ? 20 അല്ലെ? ടോട്ടൽ സ്റ്റുഡൻസ് 20 ഉണ്ട്. അപ്പൊ 20 സ്വീറ്റ്സ് താൻ കൊണ്ടുവരുന്നു. ഓക്കെ, ഫസ്റ്റ് കൊണ്ടുവരുമ്പോ തന്നെ ഓക്കെ അഖില് അതിൽ ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ്സ്, 3 എണ്ണം എടുത്തു. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അടുത്തോളം അല്ല 3 വെച്ചെടുക്കണ്ടേ? അങ്ങനെ ആവുമ്പോ എന്ത് പറ്റും? തികയില്ല. ഇയാളുടെ കാൽക്കുലേഷൻ കറക്റ്റ് ആവോ? ഇല്ല. അതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ ഓർത്തു വെക്ക, ഒരാളുടെ പേര് പറഞ്ഞു എന്നുള്ളൂ അല്ലെ? ഇപ്പൊ ഇവിടെ ആക്ട് ചെയ്യുന്ന ഓരോരുത്തരും ആരെ പോലെ ആക്ട് ചെയ്യും? 3 ആൾക്കാരെ പോലെ അല്ലെ? നല്ല സ്ട്രോങ് ആയിട്ടാണ്. ശരിക്കും 3 ആണോ? അല്ല. പക്ഷെ അവര് 3 ടൈം അല്ലെ ആണ് ആക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ NaCl 1 ആണ്, പക്ഷെ വാട്ടറിൽ ഇടുമ്പോൾ എന്തായി മാറും? 2. അപ്പൊ കാൽക്കുലേഷൻ തെറ്റും. ഇനി ഈ ക്ലാസ്സിൽ എല്ലാവരും 3 ആൾക്കാരാണ്, 3 എടുക്കുന്ന ആൾക്കാരാണ്. 3 സ്വീറ്റ്സ് ഒക്കെ സിമ്പിൾ ആണ് ആക്ച്വലി എന്ന് പറയുന്ന ആൾക്കാരാണ് എങ്കിൽ ഈ ക്ലാസ്സിന് എത്ര വേണ്ടി വരും സ്വീറ്റ്സ്? 20 into 3. ആ 3 ആണ് ഐ. കണ്ടോ? ഓർത്തു വെക്കാം, ആ 3 ആണ് ഐ എന്ന് പറയുന്നത്. അപ്പോ അവിടെ നിങ്ങൾ ഓർത്തു വെക്കാം. ഇനി അടുത്തൊരു ഗെയിം പറ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് വരും. ഇവിടെ ആദ്യത്തത് അഖിലെടുത്ത് 3. ഇയാൾക്ക് അത് ഇഷ്ടമല്ല, ഇയാൾ 1 എടുത്തോളൂ. അച്ഛനാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല, മധുരം കണ്ടപ്പോ തന്നെ പകുതി എടുത്തോളൂ. മറ്റേ ആളാണെങ്കിൽ അടുത്ത് കണ്ടപ്പോ ഒരു 5 എണ്ണം എടുത്തു. മനസ്സിലായി? അങ്ങനെ പോവാണ് ക്ലാസ്. അങ്ങനെ ആവുമ്പോ കറക്റ്റ് നമ്പർ കിട്ടും. അങ്ങനെ എടുത്ത് കുറെ ഉണ്ടെന്ന് കരുതാം, ഇയാള് അല്ലെ അങ്ങനെ ഡിഫറൻസ് ആണെന്ന് പറഞ്ഞ വെച്ചാൽ കണക്കിന് കൊണ്ടുവന്നു ഇയാള്. ആക്ച്വലി അങ്ങനെ എടുത്ത സമയത്ത് ടോട്ടൽ 20 ആണ് എടുത്തേക്കുന്നത്, 47. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഐ എത്രയാണ്? 47 ആണ്. 20 ആൾക്കാരുണ്ട്. നിങ്ങൾ ഐ കണ്ടെത്തുന്ന ഒരു ഗെയിമാണ് പറയുന്നത്. 47 ഡിവൈഡ് ബൈ 20 ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 47 ബൈ 20 ചെയ്യാം. ഐ അറിഞ്ഞൂടെ? 40 എന്ന് പറയുമ്പോ എത്ര? 2 ആണ് അല്ലെ? 2.35. 2.35 ആണ് അതിന്റെ ഐ. അവിടെ പോയിന്റ് വന്നല്ലേ? പോയിന്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. എന്ത് പറയും? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇവിടെ കഥ മനസ്സിലായോ? അപ്പൊ പോയിന്റുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവരുന്ന ഗെയിമാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പോ കംപ്ലീറ്റ് ഡിസോസിയേഷൻ വന്ന് ഇങ്ങനെ കിട്ടും അല്ലെ? കംപ്ലീറ്റ് ഡിസോസിയേഷൻ വരുമ്പോൾ എങ്ങനെ കിട്ടും? 5, 2, 3 എന്ന് പറഞ്ഞ എല്ലാ ആൾക്കാരും 2 ആണ് എങ്കിൽ എത്ര കിട്ടും? 20 into 2 40. അങ്ങനെയാണ്. പക്ഷെ അതല്ലാതെ ഡിഫറെന്റ് ആയിട്ട് എടുക്കാൻ തുടങ്ങും. അവിടെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ പെർസെന്റേജ് എന്ന് പറയും കേട്ടോ. അപ്പൊ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തു വെക്കുക, അതൊരു പെർസെന്റേജുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളത്. ഇപ്പൊ പറയാണ് 20%, 30% അങ്ങനെ പറയൂലേ, ആ രീതിയിൽ. അപ്പോ അടുത്ത ഹെഡിങ് എഴുതി വെക്കുക, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അണ്ടർലൈൻ ചെയ്യാം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ആൽഫ എന്നാണ്. അസോസിയേഷനും ഡിസോസിയേഷനും ആൽഫ എന്നാണ്. ആൽഫ ഈക്വൽ ടു I-1 ഡിവൈഡഡ് ബൈ N-1. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ല. ഇത് ഇക്വിലിബ്രിയം ആയിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ കേട്ടോ കാണാൻ പഠിക്കുക. ഇനി ഗൈഡുകളിൽ ഓസ്വാൾഡൊക്കെ M എന്നാണ് കൊടുക്കുക N പകരം കേട്ടോ. ഓക്കെ, അത് കണ്ടൊന്നും പേടിക്കണ്ട, ഇതുപോലെ തന്നെയാണ് പുറത്തു. ഇനി ചില ബുക്കുകളിൽ 1 - I 1 - N എന്നുള്ള ഗൈഡിൽ കൊടുക്കാറുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. ഇതാണ് ഇത് വെച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് നിങ്ങൾ ഇക്വിലിബ്രിയത്തിൽ എക്സ് വെച്ചിട്ട് ആൽഫ കണ്ടെന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, അത് വെച്ച് ചെയ്യാനാ. ഡെറിവേഷൻ ആണ് കൊടുക്കുക ബുക്കുകളിൽ. അപ്പോ ഈ ക്വസ്റ്റ്യൻ മാത്രം ഏതെങ്കിലും ബുക്കുകളിൽ ഡിറൈവ് ചെയ്ത് എക്സ് ആക്കി ഇട്ട് കണ്ട് ഒരു ലോങ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും ഈ ക്വസ്റ്റ്യൻ കണ്ടെത്തുന്നത്. അത് കണ്ട് പേടിക്കണ്ട, ഇത് നേരെ അപ്ലൈ ചെയ്താൽ മതി. അവിടെ എറർ വരാൻ ചാൻസ് ഉണ്ട്, ഇതിൽ എറർ വരില്ല കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഇത് മാത്രം ശ്രദ്ധിച്ചിരിക്കാം. ഇനി ഇവിടെ എന്താന്ന് എഴുതി വെക്കുക, N നമ്പർ ഓഫ് മോളിക്യൂൾ ഒന്ന് എഴുതി വെച്ചേ. നമ്പർ ഓഫ് മോളിക്യൂൾ പാർട്ടിസിപ്പേറ്റ് ഇൻ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. N എപ്പോഴും നമ്പർ ഓഫ് മോളിക്യൂൾ ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾ
participate in association or dissociation. N number of molecule participate in association or dissociation. അതാണ് n. കേട്ടോ? ഓക്കെ. Then I നേരത്തെ പറഞ്ഞ തന്നെയാണ്. അപ്പൊ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇനി ആൽഫ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഓർത്തു വെക്കുക. പെർസെന്റേജ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 100. ആൽഫ ഇൻറ്റു 100. പെർസെന്റേജ് കണ്ടെത്തുന്നതാണ്. ആൽഫ ഇൻറ്റു 100. ആൽഫ ഇൻറ്റു 100% കേട്ടോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ബാക്കിൽ നിന്ന് ക്രിസ്റ്റിനോട് ചോദിക്കാം. 45% ഡിസോസിയേഷൻ എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ എത്രയായിരിക്കും? 0.45. മിക്കപ്പോഴും അങ്ങനെയായിരിക്കും. 45% ഡിസോസിയേഷൻ. അപ്പൊ ആൽഫ എത്രയായി? 0.45 അല്ലെ? അപ്പൊ ആൽഫ 0.45 ആണ്. ഇവിടെ ഇട്ട് കൊടുത്തു. NaCl കേസാണ്. ജൈവം പറ ഐ എത്രയായിരിക്കും? ആൽഫ ഇവിടെ എത്രയാ കിട്ടിയത്? 0.45. ദെൻ ഐ എത്രയായിരിക്കും? NaCl കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണെങ്കിലാണ് I2 ആവുന്നത്. ഇപ്പോഴെത്രയായിരിക്കും? എങ്ങനെ കിട്ടും? നോക്കിയാൽ ആൽഫ എത്ര കിട്ടി? 0.45. ദെൻ n എത്രയായിരിക്കും? n എന്ന് പറയുന്നത് ഇവിടെ 2 ആയിരിക്കും. അപ്പൊ n-ഉം I-യും തമ്മിലുള്ള വ്യത്യാസം എന്താ? NaCl-ന് കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്നാൽ എത്ര ആൾക്കാരുണ്ടാവും? 2 എണ്ണം കേട്ടോ? അപ്പൊ നിങ്ങൾ എല്ലാവരും NaCl ആണെന്ന് കരുതാ. NaCl-ന് എന്തായിട്ട് Na പ്ലസ് ആൻഡ് Cl മൈനസ് അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഋതിക്കിന്റെ അടുത്ത് കയറുന്നു. ഋതിക്ക് NaCl ആണ്. പക്ഷെ ഋതിക്ക് പറയണം ഞാൻ സ്പ്ലിറ്റ് ആവണില്ല, വെറുതെ ഇരിക്കാൻ പോവാ എന്ന് പറഞ്ഞു നിൽക്കാം. മനസ്സിലായി? അങ്ങനെയുള്ള ആൾക്കാർ മനസ്സിലായി. ഇപ്പൊ താൻ സ്വീറ്റ്സ് കൊണ്ടുവരാണ്. ഋതിക്ക് പറയാണ് എനിക്ക് വേണ്ട, സ്വീറ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പറ്റൂലടാ എന്റെ ബർത്ത്ഡേ ആണ് അല്ലേ, തല്ലി കൊടുക്കാൻ പറ്റുമോ? അതുപോലെയാണ്. അപ്പൊ എല്ലാവരും അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നിർബന്ധമില്ലാന്ന്. മനസ്സിലായി? ജനറൽ അങ്ങനെയാ അല്ലെ? ജനറൽ അങ്ങനെയാ. പക്ഷെ പാർട്ടിസിപ്പേഷൻ ചില ആൾക്കാരുണ്ടാവില്ല. അപ്പോഴാണ് ആൽഫ തന്നെ. അപ്പോഴാണ് എന്ത് വരുന്നത്? ആൽഫ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? പാർട്ടിസിപ്പേറ്റ് ജനറലി എത്രയാ? 2. ജനറലി എത്രയാ? 2. അപ്പൊ n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോളിക്യൂൾ പാർട്ടിസിപ്പേറ്റ് ഇൻ അസോസിയേഷൻ ഓഫ് ഡിസോസിയേഷൻ ജനറൽ. അപ്പൊ ഇവിടെ എത്ര കൊടുക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ? അപ്പൊ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു? പെർസെന്റേജ് എത്രയായിരുന്നു? 45%. അപ്പൊ ആൽഫ എത്ര കിട്ടി? 0.45. ദെൻ അങ്ങനെയാണെങ്കിൽ 0.45 ഈക്വൽ ടു NaCl കേസ് ആണെങ്കിൽ എന്ത് വരും? I മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ എത്രയായിരിക്കും? 2 മൈനസ് 1. 2 മൈനസ് 1 എത്രയാ? 1. ഓക്കെ. സോ I ഈക്വൽ ടു എത്ര കിട്ടും? 1.45 ഇല്ലേ? ഇത് 1 ഇപ്പുറത്തേക്ക് പ്ലസ് ആവില്ലേ? ഡൗട്ട് ഉണ്ടോ? 1.45. ആ 2-നേക്കാളും കുറവായിരിക്കും. എപ്പോഴും ആ ലോജിക്കും കൂടി ഓർത്തു വെക്കാം. NaCl ഡിസോസിയേഷനിൽ വരുമ്പോ ആൽഫ വന്നാൽ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല, നിങ്ങൾക്ക് ടൈം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഗസ് ചെയ്യാം. കാരണം ഇപ്പൊ എൻട്രൻസിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഓഡ് ഔട്ട് ചെയ്ത് കളയും. ഈ ഒരു ക്വസ്റ്റ്യൻ എൻട്രൻസിൽ ചോദിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാതെ ഞാൻ പറയും അത് 1-നും 2-നും ഇടയിലുള്ള നമ്പർ ആയിരിക്കും പെർസെന്റേജ് തന്ന. ഐഡിയ മനസ്സിലായി? 3 ആണെങ്കിൽ ഇപ്പോഴും ഓൾവേസ് അല്ല. ഇതിന് NaCl 2 ആയതുകൊണ്ട് ഇതിനാണെങ്കിൽ എത്രയായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഇതിന് എത്രയായിരിക്കും ആൻസർ? ഈ സെയിം തന്നെ 0.45%. അല്ലെ? 2 ആയില്ലേ? അപ്പൊ എത്ര വരും ഏകദേശം? കണ്ടോ? ഓക്കെ. അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 3 ആയിരിക്കും. ലെസ് ദാൻ 3. 3-നേക്കാളും മുകളിലേക്ക് വരുമോ? ഇല്ല. അപ്പൊ ഗസ് ചെയ്യാന്ന്. അത് വെച്ച് നമുക്ക് ഗസ് ചെയ്യാം. കണ്ടോ? ഇവിടെ നിന്ന് കൊടുത്താൽ പോരെ? ഓക്കെ. അപ്പൊ 3 മൈനസ് 1 അല്ലെ? അപ്പൊ ഡബിൾ ആയി. ആ രീതിയിൽ പെട്ടെന്ന് കിട്ടി തുടങ്ങി. കണ്ടോ? അപ്പൊ പെട്ടെന്ന് കൊണ്ടുപോയില്ലേ? 2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടിയില്ലേ? ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഓർഡറിൽ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ? ഓക്കെ. അപ്പൊ അത് ചെയ്തു. അപ്പൊ ശരിക്കും എത്ര ആൻസർ? 1 പോയിന്റ് അല്ലെ? ഇവിടെ നിന്ന് ഈ 1 ഇപ്പുറത്തേക്ക് വരും. അപ്പൊ ഇത് എത്രയാ? 1.90 ഉണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് ഈസി ആയിട്ട് പറ്റും. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് എന്ത് ഇപ്പൊ കഴിഞ്ഞ ടോപ്പിക്? ഡിസോസിയേഷൻ. ഡിസോസിയേഷനിൽ എന്തൊക്കെ പറഞ്ഞു? ഇപ്പോ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലെ? അതും പെർസെന്റേജ് നമ്മളുടെ റിലേഷൻ നോക്കി. ദെൻ എക്സാമ്പിൾ എടുത്തു. ക്ലിയർ? ഇനി അതുപോലെ എഴുതി വെക്കുക അസോസിയേഷൻ. ഹെഡിങ് എഴുതി വെക്കുക അസോസിയേഷൻ. അസോസിയേഷൻ അണ്ടർലൈൻ ചെയ്യാം. അസോസിയേഷൻ ഐ എങ്ങനെയായിരിക്കും പറഞ്ഞേ? I ലെസ് ദാൻ 1. I ലെസ് ദാൻ 1 അസോസിയേഷൻ പറ്റില്ല. I ലെസ് ദാൻ 1. I ലെസ് ദാൻ 1. ചോദിച്ചു I നെഗറ്റീവ് ആവാൻ പറ്റൂ? ഓർത്തു നോക്കുക. ഇയാള് ബർത്ത്ഡേ ആയിട്ട്
സ്വീറ്റ്സ് ആയിട്ട് കൊണ്ടുവരുന്നു. നെഗറ്റീവ് ആകണമെങ്കിൽ എന്ത് പറ്റും? കൊടുക്കണം. പറ്റുമോ? എന്റെ കയ്യിലുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെ? അങ്ങനെ നോർമലി വരില്ലല്ലോ കേട്ടോ, ഓർത്ത് നോക്കാം. കാരണം അയാളുടെ ഒരു പെർസ്പെക്റ്റീവിലാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ NaClന്റെ പെർസ്പെക്റ്റീവിലാണ് വരുന്നത്. അപ്പൊ ആ രീതിയിൽ ഓർത്ത് നോക്കാൻ നെഗറ്റീവ് വാല്യൂ വരില്ല. ഇനി I<1 ആണ് അസോസിയേഷൻ. അവിടെ എക്സാമ്പിള് വരുന്ന ഓർത്ത് നോക്കുക, ഡയമർ കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെച്ചേ, ഡയമർ. ഡയമർ I = ഡൈ എന്ന് പറഞ്ഞാൽ എത്രയാ? 2 കേട്ടോ, ഓർത്ത് നോക്കുക. 2 ആണ്. 1/2 അപ്പൊ എത്രയായിരിക്കും? 1/2 എത്രയായിരിക്കും? 1/2 0.5 അല്ലെ? 0.5 എന്ന് പറഞ്ഞാൽ നേരത്തെ കഥ തന്നെ എടുക്കാം കേട്ടോ. നേരത്തെ കഥ, നേരത്തെ അതേ ഒരു ബർത്ത്ഡേ തന്നെയാണ്. ആ ബർത്ത്ഡേ ഓൾഡ് ഏജ് ഹോമിലേക്കാണ് പോണേ. അങ്ങനെയാണെങ്കിൽ സ്വീറ്റ്സ് ഉണ്ട്, പക്ഷെ അവിടെയുള്ള ആൾക്കാർക്ക് ഡയബറ്റിക്സ് ആയതുകൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ കഥ പറഞ്ഞാണ്, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചില സമയത്ത് രണ്ടുപേരും കൂടി ഒരു സ്വീറ്റ് എടുത്തു. അപ്പൊ എന്ത് പറ്റും? നമ്മൾ രണ്ടുപേരും കൂടി ഒരു സ്വീറ്റ് എടുത്തു. അപ്പൊ എത്ര കിട്ടും? 1/2. അങ്ങനെയല്ലേ? ഒരു ബിസ്ക്കറ്റ് സ്വീറ്റ് നമ്മൾ എടുക്കും അല്ലെ, ഹാഫ് ആക്കും. അപ്പൊ അങ്ങനെ വന്നാൽ അത് 1/2 0.5. ഈ ഒരു വ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാതെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഇത് ശരിക്കും ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് പെട്ടെന്ന് ആൻസറിലേക്ക് നിങ്ങൾക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. 0.5 അങ്ങനെയാണെങ്കിൽ ട്രയമർ. ട്രൈ എന്ന് പറഞ്ഞാൽ എത്രയാ? 3. മെർ എന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ ജോയിൻ ചെയ്യും. 3 ആൾക്കാര് ഒരാൾക്ക് വേണ്ടി ജോയിൻ ചെയ്തു. അപ്പൊ എന്തൊരു 1/3. അപ്പൊ എത്രയായിരിക്കും? എഴുതി വെക്കുക കേട്ടോ, ട്രയമർ. അപ്പൊ ട്രയമറിനാണെങ്കിൽ എന്ത് വരും? 1/3, 0.333 അല്ലെ? ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ടെട്രമർ. ഇതിനു മുമ്പ് ബോർഡ് എക്സാമിന് ചോദിച്ചതാണ്, മൾട്ടിപ്പിൾ ചോയ്സില് ക്വസ്റ്റ്യൻ ആണ്. ടെട്രമർ എത്രയായിരിക്കും വാല്യൂ? 1/, ടെട്ര എന്ന് പറഞ്ഞ 4 എന്നാണ്. അപ്പൊ 1/4 0.25. ഇനി ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, ഇവര് മോളിക്യൂൾസുകൾ അസോസിയേറ്റ് ചെയ്യും. NaCl പറഞ്ഞതുപോലെ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം COOH വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് 2 ആൾക്കാർ വെച്ചിട്ട് ഇതിന്റെ ബോർഡിൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യനും 2 ആൾക്കാർ വെച്ചിട്ടേ വന്നിട്ടുള്ളൂ. നിങ്ങൾ പോയി വീട്ടിൽ പോയിട്ട് നോക്കണം. ഒരു ഗ്ലോബൽ സോൾട്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് പാസ്റ്റ് ഇയറിലും ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലും വെച്ച് 2 വ്യൂവിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഒന്ന് സോൾട്ട്, ആ സോൾട്ട് തന്നെ MgCl to NaCl അങ്ങനെയുള്ള കാറ്റഗറി. രണ്ടാമത്തത് COOH. രണ്ടാമത്തെ ഏതാ? COOH. കാർബോക്സിലിക് ആസിഡ്, അസറ്റിക് ആസിഡ്, അങ്ങനെ വരുന്ന COOH ഉണ്ടാവും. എത്ര ഇതായിക്കോട്ടെ, ഇപ്പൊ എക്സനോയിക് ആസിഡ് അല്ലെങ്കിൽ ബ്യൂട്ടനോയിക് ആസിഡ്, OIC ആയിരിക്കും COH. COH N = always 2 ആയിരിക്കും. COH വന്നാൽ N = എത്രയായിരിക്കും? 2. നേരത്തെ കണ്ട N ഉണ്ടല്ലോ, N എത്രയായിരിക്കും? 2. അത് മറക്കരുത്. I2 അല്ല, ഡിസോസിയേഷൻ ആണെങ്കിൽ 2 ആവാം. COH ഇങ്ങനെ ഡിസോസിയേഷൻ ആണ്, ശ്രദ്ധിക്കാം. CH3 COOH. ഇത് വെള്ളത്തിൽ ഇട്ടാൽ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, അസിഡിക് നേച്ചർ ഓഫ് അസറ്റിക് ആസിഡ്. അപ്പൊ എന്ത് പറ്റും? വാട്ടറിൽ ഇട്ടാ CH3 COO മൈനസ് പ്ലസ് എന്ത് വരും? H+. ഇതൊരു അസിഡിക് മീഡിയത്തിൽ മാത്രമാണ് ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത് I = 2 വരുള്ളൂ. നോർമലി CH3COH നിങ്ങൾ പഠിക്കുന്നതിൽ ഡയമർ ആകുന്നത് എങ്ങനെയാണ്? ഇതിപ്പോ എന്താ, 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പക്ഷെ മിക്കപ്പോഴും അങ്ങനെയല്ല CH3COH വരുന്നത്. ഇതേ C ഡബിൾ ബോണ്ട് O, ഇവിടെ OH. ഇതാണ് CH3COH. ഇതെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇവിടെ നോക്കിയോ, OH. ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദേ നോക്കിയേ, ഈ O ഉണ്ടല്ലോ, ഈ O ഈ Hനെ അട്രാക്ട് ചെയ്യും, ഈ O ഈ Hനെയും അട്രാക്ട് ചെയ്യും. ഇങ്ങനെ വന്നിട്ട് ഇത് ഒരു മോളിക്യൂൾ ആയിട്ട്, ഒറ്റ മോളിക്യൂൾ ആയിട്ട് എന്ത് ചെയ്യും? ഇത് കണ്ടോ, ഇത് ഒറ്റ മോളിക്യൂൾ ആകും. അപ്പൊ എന്താ, 2 മോളിക്യൂള് ഒറ്റയായി മാറും. അങ്ങനെയാവുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡയമർ. ഈ പിക്ചർ അവിടെ കിടപ്പുണ്ട് കാർബോക്സിലിക് ആസിഡിന്റെ ചാപ്റ്ററിൽ കേട്ടോ. കാർബോക്സിലിക് ചാപ്റ്ററിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബോക്സിലിക് ആസിഡില് ഡയമർ എന്ന് പറഞ്ഞ് ഈ പിക്ചർ കിടക്കുന്നുണ്ട്. CH3 വരെ അവിടെ 6 ആയിരിക്കും. അപ്പൊ ഡയമർ എന്ന് പറഞ്ഞാൽ എന്താ, 2 മോളിക്യൂൾ എന്തായി മാറി? 1 ആയി മാറി. അങ്ങനെ വന്നാലും ഇങ്ങനെ വന്നാലും COH ആണെങ്കിൽ നോർമലി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലായ്പ്പോഴും വരുന്നത് അസോസിയേഷനിലാണ്. COH കണ്ടാൽ ഏറ്റവും കൂടുതൽ ചാൻസ് എന്താ? അസോസിയേഷൻ. ഡിസോസിയേഷനും വരാം അത്. പക്ഷെ അവിടെ N, ഈ 2 കേസിലും N എത്രയായിരിക്കും?
2. ഇത് നിങ്ങൾ ഓർത്തു വെച്ചേക്കണം. അല്ലാതെ സാറേ അതിന്റെ എന്നെ കണ്ടെത്താനായിട്ട് ഇനി ഞാൻ വേറെ ഒന്ന് ഓർത്തു വെക്കാം. COH കണ്ട എന്നെ എത്രയായിരിക്കും ഗോകുല? 2 കേട്ടോ, ഓർത്തു വെക്കാം. ദെൻ I എന്ന് പറയുന്നത് മാറാം. ആൽഫ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും? I മാറും. അപ്പൊ അത് ക്ലിയർ ആയിട്ട് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? I കംപ്ലീറ്റ് അസോസിയേഷൻ ആണെങ്കിലാണ് ഇത്രയും വരിക. കംപ്ലീറ്റ് അസോസിയേഷൻ ആണെങ്കിലാണ് ഈ വാല്യൂ വരിക. ഇനി അവിടെ എഴുതി വെക്കുക. അടുത്ത ഹെഡിങ് എന്തായിരിക്കും? ഡിഗ്രി ഓഫ് അസോസിയേഷൻ. ഡിഗ്രി ഓഫ് അസോസിയേഷൻ അണ്ടർലൈൻ ചെയ്യാം. ഡിഗ്രി ഓഫ് അസോസിയേഷൻ. ഡിഗ്രി ഓഫ് അസോസിയേഷൻ. ഡിഗ്രി ഓഫ് അസോസിയേഷൻ. ഡിഗ്രി ഓഫ് അസോസിയേഷൻ. അവിടെ നിങ്ങൾ എഴുതേണ്ടത് ആൽഫ ഈക്വൽ ടു അസോസിയേഷനും ആൽഫ തന്നെയാണ്. ആൽഫ ഈക്വൽ ടു വരുന്ന ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. ആൽഫ ഈക്വൽ ടു എങ്ങനെ വരും? I minus 1 divided by 1 by n minus 1. I minus 1 divided by 1 by n minus 1. n എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുതിയിരിക്കുന്നത് തന്നെയാണ്. നമ്പർ ഓഫ് മോളിക്യൂൾ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. ക്ലിയർ ആണോ? കംപ്ലീറ്റ് ആയി അല്ലെ? അപ്പോ ഇപ്പൊ നമ്മൾ ചെയ്തത് അസോസിയേഷൻ ഡിസോസിയേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഡിസോസിയേഷനിൽ മാത്രം വരുന്ന 2 എക്സ്ട്രാ ആൾക്കാരും കൂടി പറയുമ്പോൾ ഏരിയ തീരും കേട്ടോ. ഓർത്ത് നോക്കാം. ഒന്നും കൂടി എഴുതി വെക്കുക. ഡിസോസിയേഷൻ. അപ്പൊ അസോസിയേഷൻ കഴിഞ്ഞു, ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും കഴിഞ്ഞു കേട്ടോ. ഒരേ പാറ്റേൺ കഴിഞ്ഞു. ഇനി എഴുതുന്നത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ്. ഡിസോസിയേഷൻ, അസോസിയേഷൻ അതില്ല കേട്ടോ. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് അടുത്ത ഹെഡിങ് ആണ് കേട്ടോ. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് KA ഈക്വൽ ടു C ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. ഇത് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന 11th ചാപ്റ്ററിലാണ്. KA ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓർ അയണൈസേഷൻ കോൺസ്റ്റന്റ്. C ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. C എന്താണ്? ആൽഫ എന്താണ്? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ് അല്ലെ? ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, K ആണ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കേട്ടോ. KA ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. C എഴുതി വെക്കുക. കോൺസെൻട്രേഷൻ. C കോൺസെൻട്രേഷൻ. മൊളാരിറ്റി ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. മൊളാരിറ്റി. മൊളാരിറ്റി. ദെൻ അവർ K തന്നിട്ട് K തരും, എന്നിട്ട് ആൽഫ ചോദിക്കും. അതിനുള്ള ഇക്വേഷൻ ആണ് ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് KA ഡിവൈഡഡ് ബൈ C. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിന്. നമുക്ക് അവര് K തന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ആൽഫ കണ്ടെത്തണം. ആൽഫ കണ്ടെത്തിയിട്ട് I കണ്ടെത്തണം. അതായിരുന്നു ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ അല്ലേ. ഒരു 19 ഒക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് KA ഡിവൈഡഡ് ബൈ C. എഴുതിയോ? ഓക്കെ, അപ്പൊ അവിടെ തീർന്നു. ഇനി ഫാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു 3 ക്വസ്റ്റ്യൻസ് ചെയ്യുക. ബാക്കി നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്യണം. കറക്റ്റ് ആയിട്ട് അത് ഇൻവോൾവ് ചെയ്യണം. ഒരിക്കലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ് തരുന്നതുകൊണ്ടാണ് എളുപ്പം. അല്ലാതെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യുന്ന ഓർത്ത് വെക്കുക. 2 കാര്യങ്ങൾ മറക്കരുത്. സൊല്യൂഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. എന്താണ് 2 കാര്യങ്ങൾ? ഒന്ന് സോൾട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യണം. രണ്ടാമത്തവൻ COH ഇതാണോ എന്നാണ് നിങ്ങൾ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഏത് ക്വസ്റ്റ്യൻ. അല്ലാതെ നിങ്ങളുടെ അടുത്ത് പറയാണ് സാർ ഇതുപോലെ ഇത് അബ്നോർമൽ മോളിക്യുലർ മാസിന്റെ ക്വസ്റ്റ്യൻ, അങ്ങനെ തരില്ല. നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ എറർ വന്നാൽ തെറ്റിപ്പോകും അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം എറർ വന്നില്ലേ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ലെ? ഏതായിരുന്നു? ഇതിലല്ല, എനിക്കറിയാം. ഒരെണ്ണം ഗ്ലൂക്കോസ് ആയിരുന്നു, മറ്റേത് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? KCl 1 മോളാർ. അങ്ങനെയല്ലേ ഒരു ക്വസ്റ്റ്യൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു. അത് ശരിയായി. പിന്നെ വേറെ ഏതായിരുന്നു? അതാ. ഓക്കെ ഓക്കെ. പേജ് നമ്പർ അബ്നോർമൽ മോളിക്യുലർ മാസ് വരുന്ന ലാസ്റ്റ് ഏരിയയിൽ കേട്ടോ. ഓക്കെ, പേജ് നമ്പർ 10 കേട്ടോ. 10 പേജ് നമ്പർ 10. പെട്ടെന്ന് ക്വസ്റ്റ്യൻ നോക്കണം കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് പേജ് നമ്പർ 10 കേട്ടോ. ഓർത്ത് നോക്കി. ബുക്കല്ല, ക്വസ്റ്റ്യൻ ആണ് 10. അവിടെ നിന്ന് വായിച്ചു കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 82. ബുക്കുണ്ട്, ഞാൻ തല്ലും കേട്ടോ. 1-ാം തീയതി ആയിട്ട് ഏട്ടാ എന്നെ ചീത്ത വിളിപ്പിക്കരുത്. അടുത്ത ക്ലാസ് വെനസ്ഡേ. ഈ ബുക്ക് കൊണ്ടുവന്നിരിക്കണം കേട്ടോ. ഓക്കെ, കാരണം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വായിച്ചില്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. ഇതാണെന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഭയങ്കര കംഫർട്ടായിട്ടിരിക്കും. ഇതല്ല, നമുക്ക് ഒരുമിച്ചാണ് തന്നെ കേട്ടോ. ഓക്കെ, ഇത് പെട്ടെന്ന് തീർത്തിട്ട് വേണം ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കംഫർട്ട് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ 3 ചാപ്റ്റർ പഠിച്ച ആൾക്കാരുണ്ട്. 5 ചാപ്റ്റർ നേരെ ആ പാസ്റ്റ് ഇയർ 5 തന്നിട്ടുണ്ട് കണ്ടോ. നോക്കിയിട്ടുണ്ടായിരിക്കും ആർക്കും ആദ്യം കേൾക്കണ പോലെ
വാട്സാപ്പിൽ ഞാൻ അയച്ചിട്ടുണ്ട് 5 ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ്. അപ്പൊ എന്ത് ചെയ്യാൻ നോക്കുക, ആ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും. അപ്പൊ റാൻഡായിട്ട് പല സ്ഥലത്തായിട്ട് കിടക്കാം, അത് ഓക്കെയാണ് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ ടോപ്പിക് ക്ലോസ് ചെയ്ത് പോകണം. ആ കിട്ടി, വെരി ഗുഡ്. ഓക്കെ, വായിച്ചു തുറക്കാൻ വായിക്കും. ഗീവ് റീസൺ ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. 1 molar KCl അല്ലെ is nearly double than that of 1 molar sugar solution. Elevation of polymer ഇത് കേട്ടാൽ തന്നെ അപ്പൊ എന്താ എഴുതണം? ഡെൽറ്റ ടി ബി ഈക്വൽ ടു എന്താണ്? I into KB into M. ഇൻ കേസ് ഓഫ് ഗ്ലൂക്കോസ് I is equal to എത്രയായിരിക്കും? 1. ഗ്ലൂക്കോസിന് എന്തായിരുന്നു? I എത്രയാ? 1. 1 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെയിം വാല്യൂ അല്ലെ. ഇനി ഓർത്ത് നോക്കുക, അസോസിയേഷനും ഇല്ല ഡിസോസിയേഷനും ഇല്ല അല്ലെ. നോ അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ. ഇനി ഇൻ കേസ് ഓഫ് KCl, KCl എന്തായിരിക്കും വെള്ളത്തിലിട്ട? K plus and Cl minus. I is equal to 2. അപ്പൊ എന്ത് വരും അല്ലെ? 2 into KB into M. സോ താഴെ അല്ലെ കണക്ട് ചെയ്ത് കൊടുക്കുക, ഡബിൾ ആണ്. ഇപ്പൊ 2 ഇക്വേഷൻ എഴുതി വൃത്തിയിൽ ചെയ്യണം. അല്ലാതെ നിങ്ങൾ വെറുതെ I KCl 2 then ഡബിൾ അങ്ങനെ ആക്കരുത് കേട്ടോ. ചില ആൾക്കാർ അങ്ങനെ എഴുതും ഡബിൾ. പിന്നെ സാറിന് ടീച്ചറിന് അറിയാലോ, അങ്ങനെയല്ല, രണ്ടും എഴുതണം ആദ്യ ഇക്വേഷൻ. എന്നിട്ട് KCl ഡിസോസിയേറ്റ് ചെയ്യുന്നു, ആ വേർഡ് ഒക്കെ എഴുതണം കേട്ടോ. പല ആൾക്കാർക്കും അതൊക്കെ ഭയങ്കര വിഷമമാണ്. KCl ഡിസോസിയേറ്റ് ചെയ്യുന്നു ടീച്ചറിനോട് കേട്ടോ. അങ്ങനെയല്ല, നിങ്ങൾ ഗീവ് റീസൺ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട്. ഇനി ഒന്നും കൂടി പറയാം, നിങ്ങൾക്ക് തരുന്ന ഈ P നോട്ട് P എന്നൊക്കെ പറയുന്നില്ലേ, അതിന് വാല്യൂ എടുത്തെഴുതണം. വാല്യൂ എടുത്തെഴുതിയില്ലെങ്കിൽ മാർക്ക് പോകും കേട്ടോ. 10th കഴിഞ്ഞ ഇതില് ഒരു കുട്ടി റിവാലുവേഷന്റെ കഥ അല്ലെ, 10th ആൾക്കാരുടെ അടുത്ത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ റിവാലുവേഷന്റെ എങ്ങനെയാ. നിങ്ങൾക്ക് റിവാലുവേറ്റ് ചെയ്യും ഒരു ആൻസർ എഴുതുന്ന സമയത്ത്. അപ്പൊ അവര് പേപ്പർ അയച്ചു തരും, നമുക്ക് കെമിസ്ട്രിയുടെ പേപ്പറാണ് അയച്ചു തരും. അത് അങ്ങനെ നിങ്ങൾ എഴുതിക്കുന്നതിന്റെ ഫോട്ടോ കോപ്പിയാണ് അയച്ചു തരുന്നത്. എന്നിട്ട് അതിൽ ക്വസ്റ്റ്യൻ റൗണ്ട് ചെയ്യാം. ആൻസർ ഇന്നതേ സാറേ, ഇതാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ട് 4 ക്വസ്റ്റൻ ആണ്, ബാക്കിയുള്ളത് കുഴപ്പമില്ല. അപ്പൊ ആ 4 ക്വസ്റ്റൻ അവർ ചെക്ക് ചെയ്യുന്നു. അതിന് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, കൂടുതൽ കിട്ടും. ബാക്കിയൊന്നും അവർ നോക്കൂല. അപ്പൊ അവർക്ക് എളുപ്പമാണ്, നമുക്ക് എളുപ്പമാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ കഴിഞ്ഞ വർഷത്തെ 10th ഊട്ടി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി. അപ്പൊ അവൻ വന്നു ഇവിടെ ഇടയ്ക്ക് ആ സമയത്താണ് വരാറ്. പക്ഷെ അവൻ നല്ല ബ്രില്യൻ്റ് ആണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്ത് ചോദിച്ചാലും പെട്ടെന്ന് പറയും. കാരണം അധികം സമയം കിട്ടില്ല അവർക്ക്. അവിടെ വെക്കേഷൻ വരുന്ന സമയത്ത് ഇവിടെ 2 ദിവസമോ എല്ലാം കിട്ടുമ്പോൾ ഒരു ഇതിൽ വേഗം പറഞ്ഞു കൊടുക്കും, പെട്ടെന്ന് പഠിക്കും. പക്ഷെ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്, മാർക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഫിസിക്സ് അവൻ തെറ്റ് ചെയ്തതാണ് ആക്ച്വലി. ഞാൻ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞാണ് നിങ്ങൾക്ക് എന്തെന്ന് പറയാം. 1/r ഈക്വൽ ടു പാരലൽ ഉണ്ട്, സീരീസ് ഉണ്ട്. പാരലൽ കണക്ഷന്റെ ടോട്ടൽ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? 1/r ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2 പ്ലസ് 1/r3. ദെൻ അതിന് r ഈക്വൽ ടു കിട്ടണം. അപ്പൊ അവന് വന്നേക്കുന്ന ഒരേ ഒരു ഇത്രയേ ഉണ്ടായുള്ളൂ. 1/r ഈക്വൽ ടു അവന് കിട്ടിയേക്കുന്നത് 3 ആണ്. അവൻ r ഈക്വൽ ടു നേരെ എഴുതി വെച്ചു 3. എന്നിട്ട് ബാക്കിയുള്ള എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവന് 3 മാർക്കിന്റെ ആണോ 4 മാർക്ക്? 4 മാർക്കാണ്. 0 ആണ് മാർക്ക്. അവൻ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന ടീച്ചറിന് മനസ്സിലാവും ഇതാണ്. അവന്റെ പ്രശ്നം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അവൻ ഒന്നും ഇക്വേഷൻ എഴുതില്ല. അവനെ ഒന്നും എഴുതാം. 1/r ഈക്വൽ ആ ഇക്വേഷൻ അവനറിയാം. അവന് പകരം അവൻ എന്ത് ചെയ്തു? നേരെ കാൽക്കുലേഷനിലേക്ക് കൊണ്ടുവന്നു. അങ്ങ് ചെയ്തു. ഇക്വേഷൻ V ഈക്വൽ ടു ഇക്വേഷൻസ് കണ്ടല്ലോ, അത് IR അതൊന്നും എഴുതിയില്ല. അതിന് പകരം നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചു. V ഈക്വൽ ടു അയ്യോ ടീച്ചറിന് അറിയാലോ R, അങ്ങനെ ചെയ്തു വെച്ചു. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ സെക്ഷൻസിൽ അവൻ ആ ഇക്വേഷൻ എഴുതാത്തതുകൊണ്ട് ഇക്വേഷന് മാർക്ക് കിട്ടിയില്ല. ഇനി ഈ 4 മാർക്കിൽ അവൻ എത്ര മാർക്ക് കിട്ടുമായിരുന്നു എന്ന് പറയാം. ഇവിടെ മാത്രമാണ് അവൻ എറർ പറ്റിക്കുന്നത്. ബാക്കി ഇംപ്ലിമെന്റ് ചെയ്ത എല്ലാ ഇക്വേഷനും അവൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അവൻ ഇത് ചെയ്യണ സമയത്ത് ആ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതിയായിരുന്നു. 1/r ഈക്വൽ ടു 1/r1 പ്ലസ് അവൻ അറിയാവുന്നതൊന്നുമല്ല. അവൻ എഴുതിയേക്കുന്നതിൽ കോമൺ ഈ എറർ അത് മാത്രമല്ല, ബാക്കിയൊക്കെ ചെയ്തേക്കുന്നത് കറക്റ്റാ. ഈ സമയത്ത് അവന് ഇക്വേഷൻ എടുത്തെഴുതി R റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് എടുത്തെഴുതായിരുന്നെങ്കിൽ 4 മാർക്കിൽ ഗ്യാരണ്ടി ആയിട്ടും 2.5 or 3 മാർക്ക് കിട്ടും. കാരണം എന്താ? ന്യൂമറിക്കൽ എറർ അവിടെ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാ ഇംപ്ലിമെന്റേഷനും റൈറ്റ് ആണ്, അവർ കൊടുക്കും. നിങ്ങളാണ് ടീച്ചറെങ്കിൽ നിങ്ങൾക്ക് പലയിടത്തും ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. റിവാലുവേഷൻ കൊടുക്കുമ്പോൾ ഇവര് മാർക്ക് കൊടുക്കണ്ട, അങ്ങനെ ദുഷ്ടന്മാരൊക്കെ വളരെ കുറവാണ്. അപ്പൊ നോർമലി എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അവര് ഇത് കൊടുക്കണം എന്ന് റൂളാണ് നിങ്ങളുടെ പേപ്പറിൽ. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് ഇക്വേഷൻസ് ന്യൂമറിക്കൽ ഏത് വന്നാലും ആദ്യമേ ചെയ്യേണ്ടത് അത് ഏത് ചാപ്റ്റർ ആണ്, എലിവേഷൻ ഓഫ് പോളിമെന്റ്, അത് കറക്റ്റ് ആയിട്ട് എഴുതി പോയിക്കൊള്ളണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം, പെട്ടെന്ന് പോകാം. 86 കേട്ടോ.
86. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഗ്ലോബൽ സോൾട്ട് എന്നൊക്കെ പറഞ്ഞത്. 86 ഇവിടെ ഉറക്കനെ വായിച്ചു കേട്ടോ. ഓക്കെ മോനെ ഉറക്കനെ വായിച്ചു. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് ക്വസ്റ്റ്യൻ നമ്പർ 86 പേജ് നമ്പർ 10 ആണ്. Assuming complete dissociation, calculate the expected freezing point of a solution prepared by dissolving 6 grams of global salt Na2SO4.NH2O in 0.1 kilogram of water. K for water is 1.86 Kelvin kilogram per mole. Atomic mass is sodium is equal to 23, S is equal to 32, oxygen 16 and H is equal to 1. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ലാസ്റ്റ് എത്തുന്ന സമയത്ത് എങ്ങനെ വായിച്ചു പോകണം, എങ്ങനെ കിട്ടണം. അസ്യൂമിങ് കംപ്ലീറ്റ് ഡിസോസിയേഷൻ അപ്പൊ തന്നെ മനസ്സിലാവും, അപ്പൊ തന്നെ എഴുതണം ക്വസ്റ്റ്യനില് ബുക്കില് I is equal to I എങ്ങനെ I greater than 1 അപ്പൊ തന്നെ എഴുതണം I greater than 1. അങ്ങനെ എഴുതി പോണ്ടേ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആൻസർ കീലോ ഗൈഡോ ഒന്നുമല്ല, നിങ്ങൾ എഴുതുമ്പോൾ ഓരോന്ന് കിട്ടും അപ്പൊ പിടിച്ചെഴുതണം I greater than 1. രണ്ടാമത്തെ വേർഡിലേക്ക് കൊണ്ടുപോകണം കാൽക്കുലേറ്റ് ദ എക്സ്പെക്ടഡ് ഫ്രീസിംഗ് പോയിന്റ്. അപ്പൊ തന്നെ ഡെൽറ്റ TF is equal to I into KF into M എന്നിട്ടേ അടുത്തതിലേക്ക് വായിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇങ്ങനെ എഴുതി പോണം. അപ്പൊ ആദ്യത്തെ എഴുതി. ദെൻ നെക്സ്റ്റ് അവര് പറയാണ് ഡിസോൾവിങ് 6 gram ഓഫ് ഗ്ലോബൽ സോൾട്ട് അല്ലെ ഇൻ 0.1 kilogram ഓഫ് വാട്ടർ. ഇങ്ങനെ കാണുമ്പോ എന്താ 6 gram എന്ന് പറഞ്ഞാൽ എന്താ സോല്യൂട്ട്. അപ്പൊ തന്നെ എഴുതണം സോല്യൂട്ട്, വേർഡിൽ തന്നെ എഴുതണം സോല്യൂട്ട്. എങ്ങാനും മാറിപ്പോയാലോ സോല്യൂട്ട് സോൾവെന്റ്. അപ്പൊ അതുകൊണ്ട് സോല്യൂട്ട് എന്ത് തന്നെയാ 6 gram. സോൾവെന്റ് എത്രയാ? സോൾവെന്റ് എത്രയാ? അല്ലെ 0.1 kilogram ഓഫ് വാട്ടർ. ഇനി ആ ഇക്വേഷൻ ഫുൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് ചോദിച്ചേക്കുന്നത് അല്ലെ ആ കാൽക്കുലേഷനിലേക്ക് പെട്ടെന്ന് കണ്ടെത്തുന്ന ഒരു രീതിയാണ് അല്ലെ. സോൾട്ട് അല്ലേ, സോൾട്ട് എന്ത് വന്നാലും അല്ലെ എങ്ങനെയായിരിക്കും ഐ എത്ര കിട്ടി പറ. ഐ എത്രയാ? ഇക്വേഷൻ എടുക്കുന്നത് ഡെൽറ്റ TF equal to I into KF into M. ശ്രദ്ധിക്കുക, ഫുൾ ഇക്വേഷനിലേക്ക് കൊണ്ടുവരണം കേട്ടോ. എന്നിട്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ആവുള്ളൂ. കാരണം നമുക്ക് അല്ലെ എങ്ങാനും എടുത്ത് എഴുതിയ എറർ വന്നു കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടണം അല്ലെ, ഗ്യാരണ്ടി ആയിട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ നിങ്ങൾ. I into എങ്ങനെ എഴുതണം KF into M ന്റെ ഫുൾ ഇക്വേഷൻ പറഞ്ഞേ W2 divided by M2 into 1000 divided by W1 gram. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഗ്രാമിലാണെങ്കിൽ 1000 എഴുതണം, ഇവിടെ കിലോഗ്രാമിലല്ലേ. അപ്പൊ 1000 വേണോ? വേണ്ട കേട്ടോ. കിലോഗ്രാമിലാവുമ്പോ എന്ത് വേണ്ട? 1000 വേണ്ട. ഓക്കെ, ഇനി ഓരോന്ന് എടുത്ത് എഴുതണം. ഇത് കണ്ട W2 എന്തായിരുന്നു? 6 gram ശരിയല്ലേ. M2 മോളിക്കുലർ മാസ് എത്രയായിരുന്നു? ചെയ്തോ ആരെങ്കിലും? M2 ചെയ്ത് നോക്കെ. M2 അവിടെ തന്നിട്ടുണ്ട്. ഏതിന്റെ? സോഡിയം 23 അല്ലെ, അങ്ങനെ തന്നിട്ടുണ്ട്. സൾഫർ 32, ഓക്സിജൻ 16 അങ്ങനെ തരുമ്പോൾ ചെയ്തേ. ഫോർമുല തന്നിട്ടുണ്ട്, കിട്ടി ആർക്കെങ്കിലും? 86 ആൻസർ. 322 ആണ് കേട്ടോ. 322 കിട്ടിയോ ആർക്കെങ്കിലും? എങ്ങനെ ചെയ്യണമെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? Na2 SO4 ഡോട്ട് 10H2O. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഡോട്ടിന്റെ ഡൗട്ട് ഉണ്ടോ? ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ 10th പഠിച്ചത്. 322 കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? 2 into സോഡിയത്തിന്റെ മാസ് എത്രയാ? 23 into 2 അത് തന്നിട്ടുണ്ട്. സോഡിയം സൾഫർ 32 പ്ലസ് 2 into 16 പ്ലസ് എന്തായിരുന്നു 10 into 18 Na2 SO4 സോറി SO2 Na2 SO4. അപ്പോ 4 into 16 then എന്തായിരിക്കും 10 into 18. അപ്പോ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഗ്ലോബൽ സോൾട്ട് കിട്ടുന്നത്. അതിന്റെ മോളിക്കുലർ മാസ് അവര് അല്ലെ ഇതുപോലെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 322. അതാണ് M2. ഇനി എന്തായിരുന്നു? W1 എത്രയായിരുന്നു? 0.1 kilogram. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി I എത്രയാണ്? I എന്ന് പറഞ്ഞേ. I Na2SO4 വെള്ളത്തിലിട്ടാൽ എന്ത് വരും? Na2SO4 വാട്ടറിനെ ഒരിക്കലും കൂട്ടരുത്. ഈ ഡോട്ട് ഉള്ള ആൾക്കാരെ ഡിസോസിയേഷനിൽ ഇൻക്ലൂഡ് ചെയ്യരുത് കേട്ടോ. ഓർത്ത് വെക്കുക. കാരണം എന്താ? വെള്ളമാണ്, വെള്ളത്തിലേക്കാണ് ഇതിലിടുന്നത്. വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ Na2SO4 2Na പ്ലസ് എന്ത് വരും? SO4
2 മൈനസ് ഉണ്ടോ നോക്കുക. ഇവിടെ ഈ പ്ലസ് മൈനസ് മാറിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെ എത്രയുണ്ട് 2na, അപ്പൊ 2 ഇവിടെ SO4 1, അപ്പൊ 2 + 1 എത്രയാ 2 + 1 3. അപ്പൊ I is equal to എത്ര കിട്ടി 3. ഗോകുലം 3 തന്നെയാണോ 5 എന്നാണോ പറഞ്ഞത്? കൈ ഇങ്ങനെ 3 എന്നാണ്. ഓക്കെ, അപ്പൊ I is equal to 3 എന്ന് കിട്ടി. Then ഇവിടെ ഇനി എല്ലാം ഓക്കെ അല്ലേ? ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു എന്തൊക്കെ വരും 3 ഇൻറ്റു KF ന്റെ വാല്യൂ ഒരു തന്നിട്ടുണ്ട് അല്ലെ, അത് W2 ന്റെ പ്ലേസിൽ എന്തായിരുന്നു 6, then 322 അല്ലെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരെ കണ്ടെത്തുക. ഡെൽറ്റ ടി എഫ് ആ ചോദിച്ചേക്കുന്നേ. ഫ്രീസിംഗ് പോയിന്റ് കൂടി കണ്ടെത്തണം. ഇനി ഫ്രീസിംഗ് പോയിന്റ് എന്തായിരിക്കും? ഡെൽറ്റ ടി എഫ് കിട്ടുന്ന ഇത് ഫ്രീസിംഗ് പോയിന്റ് കണ്ടെത്തുമ്പോ എങ്ങനെയാ? വെള്ളത്തിന്റെ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ എന്ത് വരും 273 അല്ലെ. അപ്പൊ 273.15 എന്നാണ്. ഒന്നല്ലെങ്കിൽ ആ വാല്യൂ എടുക്കുക മൈനസ് കിട്ടിയേക്കുന്ന വാല്യൂ. അപ്പൊ ഡെൽറ്റ ടി എഫ് 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പൊ കിട്ടുന്ന വാല്യൂ 2 ആണെന്ന് കരുതാം ഡെൽറ്റ ടി എഫ്. അപ്പൊ എന്തായിരിക്കും ഫ്രീസിംഗ് പോയിന്റ് -2 ഡിഗ്രി സെൽഷ്യസ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കെൽവിനിലാക്കി പറയുകയാണെങ്കിൽ 273 - 2. ആ രീതിയിൽ അതിനെ കുറയ്ക്കണം. അവര് ചോദിക്കുന്നത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ആ എടുക്കുന്ന സൊല്യൂഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ മൈനസ് ആണ് ചെയ്യാം. കിട്ടിയോ ഇൻഡിവിജ്വലി? .04 ആണ് ബാക്കിൽ ആൻസർ. നോക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടോന്നോ നോക്കുക കേട്ടോ. ഓക്കെ, എത്ര ടൈം എടുക്കുന്നുണ്ട്? ചോദിച്ചോ. 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, പക്ഷെ ആ 0 ഡിഗ്രിയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഐസ് ഏത് ഡിഗ്രി സെൽഷ്യസിൽ ഐസ് ആവാൻ തുടങ്ങും 0-ല്. പക്ഷെ കറക്റ്റ് 0-ല് വെച്ചാൽ എന്ത് പറ്റും? ഇല്ല, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കറക്റ്റ് 0 ഡിഗ്രിയിൽ വെച്ചാൽ ഹാഫ് ഐസും ഹാഫ് വാട്ടറും കിട്ടും. അതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ വെച്ചാൽ എന്താ വരും? അത് ഇക്വിലിബ്രിയം ആയി ആക്ച്വലി. പക്ഷെ 0-ൽ എന്ത് തുടങ്ങാണ്? ഫ്രീസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോഴും ഡെൽറ്റ ടി എഫ് എന്ന് പറയുമ്പോൾ 0 - that ആ രീതിയിൽ എടുക്കാം. ഓക്കെ, ചോദിച്ചു. ഇല്ല, നമ്മൾ എന്താണ് ആക്ച്വലി അത് എടുക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? സോൾവെന്റ് ആണ്. സോൾവെന്റ് എപ്പോഴും എന്താ എഴുതിയേക്കുന്നത്? ഇതുണ്ടോ, W1 ഗ്രാമിലാണെങ്കിൽ അതിനെന്താക്കണം? കിലോഗ്രാമിലേക്ക് ആക്കണം. ഇല്ല, 0.1 തന്നെ എടുക്കണം കേട്ടോ. 0.1 കിലോഗ്രാം ആണ്. ഇത് കണ്ടോ? ഇല്ല, രണ്ടും ഒരേപോലെ അല്ല. സോൾവെന്റ് എപ്പോഴും എന്തെടുക്കണം? കിലോഗ്രാം. നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാ പറയുന്നത്? ചെയ്താ മതി, പേടിക്കണ്ട. ഒരു ഇങ്ങനെ നോക്ക്, രണ്ട് കാര്യങ്ങൾക്ക് ഒന്ന് പറയാം. സോല്യൂട്ട് എപ്പോഴും എന്തിലെടുക്കണം? ഗ്രാമിലെടുക്കണം. സോല്യൂട്ട് എന്തിലെടുക്കണ്ടേ? ചെറിയ എമൗണ്ട് എപ്പോഴും ഗ്രാമിലെടുക്കണ്ടേ. അത് നമ്പർ ഓഫ് മോൾസ് കണ്ടെത്താൻ വേണ്ടി W2/M2 എന്നാണ്. നമ്പർ ഓഫ് മോൾസ് എടുക്കുമ്പോൾ മോളിക്കുലർ മാസ് ഗ്രാമിലായതുകൊണ്ടാണ് അതും എന്ത് പറയാ GMM എന്ന് പറയാം, ഗ്രാം മോളിക്കുലർ മാസ്. അതുകൊണ്ടാണ് അത് ഗ്രാമിലെടുത്തത്. അപ്പൊ ആ കാര്യം ക്ലിയർ ആണല്ലോ. സോല്യൂട്ട് ഓൾവേസ് ഗ്രാം, സോൾവെന്റ് കിലോഗ്രാം. അതുപോലെ വോളിയം ഓൾവേസ് ലിറ്റർ, വോളിയം ഓൾവേസ് ലിറ്റർ. ഇനി ഈ കേസിൽ നമ്മൾ പറഞ്ഞു W1 ഗ്രാം എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. കിലോഗ്രാം ആകുമ്പോൾ എന്ത് വേണ്ട? 1000 വേണ്ട. അപ്പൊ 1/0.1 അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നോർമലി ഗ്രാമിലായിരിക്കും തരുന്നത്. അതുകൊണ്ടാണ് ആ മുകളിലെ 1000 ഇക്വേഷൻ എഴുതി പോകുന്നത് കേട്ടോ. ഓക്കെ, ചോദിച്ചോ, ക്ലിയർ ആണോ? ഏതാ മോനെ? ചോദിച്ചോ. I × KF അതാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ എത്ര കിട്ടും? ഏതാ?
ആ W2 ഏതായിരുന്നു? അത് കിട്ടിയല്ലോ. ഡെൽറ്റ ടി എഫ് കണ്ടെത്തണം. അല്ല, ഇവിടെ ഡെൽറ്റ ടി എഫ് ഫിസിക്കൽ 1.04 എഴുതാം. ഡെൽറ്റ ടി എഫ് ഫിസിക്കൽ ടു 1.04. ഇത് കുറഞ്ഞ ടെമ്പറേച്ചർ ആണ്. ഇത്രയാണ് കുറയേണ്ടത്. ഏതിൽ നിന്ന് കുറയണം? വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 273 അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ്. അതിൽ നിന്ന് അത് കുറയ്ക്കണം. അപ്പൊ എന്തായിരിക്കും? ഒന്നല്ലെങ്കിൽ 273 മൈനസ് ദിസ് വാല്യൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ദിസ് വാല്യൂ എന്ന് എഴുതിയാലും മതി. 0 ഡിഗ്രി സെൽഷ്യസ് മൈനസ് ദിസ് വാല്യൂ. അപ്പൊ എത്ര കിട്ടും? മൈനസ് 1.04 ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ എന്ത് എഴുതണം? അവിടെ എഴുതരുത്. ഡെൽറ്റ ടി എഫ് ഫിസിക്കൽ ടു 0.45. അതിന് എന്തില്ല? ഡിഫറൻസ് ആണ്. ഡിഫറൻസിന് യൂണിറ്റ് ഒന്നുമില്ലല്ലോ. ഓക്കെ, അടുത്ത് എന്താണ്? ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ലാസ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കാം, ഈ ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചേക്കുന്നത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്നാണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ്. ഡിഫറൻസ് ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്നാണ്. അപ്പോ ഡെൽറ്റ ടി എഫ് നിങ്ങൾക്ക് കിട്ടി. ഡെൽറ്റ ടി എഫ് 1.04. ഇനി എന്ത് ചെയ്യണം? ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്രയായിരുന്നു? 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273.15. അപ്പോ ഇവിടെ ഓർത്തു നോക്കുക, വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാ? വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് 273.15 മൈനസ് 1.04 കേട്ടോ. ഓക്കെ, മൈനസ് ഒന്നാലും 273 എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതണം, സ്പെസിഫൈ ചെയ്യണം. ഇനി ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? ആ വാല്യൂ എടുത്ത് എഴുതാം. അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 0 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 1.04 കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൈനസ് 1.04 ഡിഗ്രി സെൽഷ്യസ് ഇങ്ങനെ എഴുതണം കേട്ടോ. ഏറ്റവും നല്ലത് കെൽവിനിൽ എഴുതുന്നത് തന്നെയാണ് ബെറ്റർ. കെൽവിനാണ് സ്റ്റാൻഡേർഡ് SI യൂണിറ്റ്. അപ്പോ പരമാവധി കെൽവിനിൽ എഴുതാം. ഇനി ഓർത്തു വെക്കുക, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതും കൂടി ക്ലിയർ ചെയ്യുക. ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതി വെക്കുക, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എന്തായിരിക്കും? ഡെൽറ്റ ടി എഫ് വരുന്ന സമയത്ത് സോൾവെന്റ് മൈനസ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെക്കാം, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് മൈനസ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് മൈനസ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ കേട്ടോ. ഇപ്പൊ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇത് ഇപ്പുറത്തേക്ക് പോകും കേട്ടോ. ഓക്കെ, അപ്പൊ സോൾവെന്റ് ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് വരും കേട്ടോ. ഓക്കെ, ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ എന്ത് വരും? ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ, ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ മൈനസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് കേട്ടോ. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, ഡെൽറ്റ ടി എഫ് കണ്ടെത്തി കഴിഞ്ഞിട്ട് മാത്രമാണ് ഇതിലേക്ക് വരുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ലോജിക്ക് ആലോചിച്ച് നോക്കണം. നമുക്ക് ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നു. എവിടെ നിന്ന് കുറയുന്നു? വാട്ടർ ആയിരിക്കും മിക്കപ്പോഴും. വാട്ടറിൽ നിന്ന് ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞത് എത്രയാണ്? ഇനി ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? വെള്ളത്തിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്താൽ എന്ത് ചെയ്യും? കൂടും. എത്ര കൂടി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇപ്പൊ ഡെൽറ്റ ടി ബി വന്നാൽ ആഡ് ചെയ്യണം, ഫ്രീസിംഗ് പോയിന്റ് വന്നാൽ എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ഫ്രീസിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആർക്കെങ്കിലും അറിയാത്തുണ്ടോ? ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്തായാലും 100. അതൊന്നും തരില്ല. 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ എന്താ? 373.15. അത് അറിഞ്ഞു വെക്കണം കേട്ടോ. ഓക്കെ, അത് ആഡ് ചെയ്യാനായിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പേജ് നമ്പർ 10 കേട്ടോ. ഓക്കെ, പേജ് നമ്പർ 10. '87 കേട്ടോ. 87 സഞ്ജയ് ഓർക്കന വെച്ചു.
trichloroacetic acid is heated to its boiling point. The solution സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. വായിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങി പോകണം. നിങ്ങൾ ഓരോന്ന് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ എക്സാമിനാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ അപ്പൊ തന്നെ കൊണ്ടുപോകാം. 1 മോളാർ അക്വ സൊല്യൂഷൻ. അപ്പൊ എന്ത് എഴുതണം? മൊളാലിറ്റി. മൊളാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ കേട്ടോ ഇവിടെ എവിടെയൊക്കെ വന്നിട്ടുണ്ട് മൊളാലിറ്റി? ഡെൽറ്റ ടി എഫ്, ഡെൽറ്റ ടി ബി, അതിലൊക്കെ മൊളാലിറ്റി ഉണ്ട് അല്ലെ. കെ ബി ഇൻറ്റു എം, എം ഫോർ മൊളാലിറ്റി. അപ്പൊ തന്നിട്ടുണ്ട്. അപ്പൊ മൊളാലിറ്റി എം ഈക്വൽ ടു 1 മോളാർ. എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ മതി. ട്രൈക്ലോറോസെറ്റിക് ആസിഡ് അത് സോല്യൂട്ട് ആയിരിക്കും. ഈസ് ഹീറ്റഡ് ടു, ഹീറ്റഡ് എന്ന് പറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ എന്ത് എഴുതണം? അതിന്റെ ഇക്വേഷൻ എടുത്ത് വേഗം എഴുതാം കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ച് രസിച്ച് ഇങ്ങനെ ഇരിക്കരുത്. എല്ലാം മനസ്സിലായി ഇനി എന്ത് ചോദിച്ചു എന്ന് കണ്ടിട്ട് മാത്രമേ ഞാൻ എഴുതുള്ളൂ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കരുത്. അടുത്ത എന്താ? ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു ഐ ആണെങ്കിൽ ഐ. ഇപ്പൊ നമുക്ക് ഐ ഒന്നും തോന്നിയിട്ടില്ല, എനിക്ക് തോന്നിയില്ല കേട്ടോ. ഓക്കെ. പിന്നെ CO ഉണ്ട്, അതുകൊണ്ട് ഐ വരാം അല്ലെ. ഓക്കെ. അപ്പോ ഐ ഉണ്ടെങ്കിൽ ഐ കേട്ടോ. ഓക്കെ. അപ്പൊ എക്സാമിന് വരുമ്പോൾ ഇത് ഐ തന്നെ നിർബന്ധമൊന്നുമില്ല അല്ലെ. ഓക്കെ. അപ്പൊ ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അറിയാം ഐ എന്തായാലും ഉണ്ടാകും അല്ലെ. അപ്പൊ ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം. ഇനി ശ്രദ്ധിക്കുക, CO വന്ന മിക്കപ്പോഴും എന്തുണ്ടാവും? ഐ ഉണ്ടാവും. ഞാൻ ക്ലൂ തന്നല്ലോ. വാൻ ഹോ ഫാക്ടറിന് 2 ക്ലൂ ഏതായിരുന്നു? സോൾട്ട് ഓർ COH കേട്ടോ. ഓക്കെ. അത് കണ്ട അപ്പൊ തന്നെ എന്ത് പിടിക്കണം? ഐ കേട്ടോ. ഓക്കെ. അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കണ്ട ഐ എവിടെ നിന്ന് വരാനാണ് അല്ലെ. ഓക്കെ. അപ്പൊ ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം അവിടെ വരെ എഴുതി. ഇനി വായിച്ചോ മോനെ സഞ്ജയ്. the solution has the boiling point of 100.18 degrees Celsius. അവിടെ സ്റ്റോപ്പ് ചെയ്യും. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. അതെങ്ങനെ എഴുതിയേ? അപ്പൊ തന്നെ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ 100.18 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണ് എങ്കിൽ ഡെൽറ്റ ടി ബി എത്രയാണ്? പറഞ്ഞേ, നിങ്ങൾ പറ. ഡെൽറ്റ ടി ബി ഈക്വൽ ടു ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഫുൾ ഇക്വേഷൻ എഴുതണം. ഇതിന്റെ പോലെ ഡെൽറ്റ ടി ബി ഈക്വൽ ടു എങ്ങനെയാ ഇക്വേഷൻ? ബോയിലിംഗ് പോയിന്റ് ഓഫ്, ഫുൾ എഴുതണം കേട്ടോ. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഫുൾ ആയിട്ട് എഴുതണം. പ്ലസ് എന്തായിരിക്കും? ഡെൽറ്റ ടി എഫ് ആണ്. മൈനസ്, സോറി, ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ മൈനസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. ഇവിടെ തന്നേക്കുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ്, ഡെൽറ്റ ടി ബി ആണ്, സോറി ടി എഫ്. കണ്ടോ നേരത്തെ ചെയ്ത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് ആണ്, ഇവിടെ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. വ്യത്യാസം കണ്ടോ? ഇനി ഡെൽറ്റ ടി ബി ഈക്വൽ ടു അപ്പൊ എന്തായിരിക്കും? ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എത്രയാ തന്നേക്കുന്നത്? പറയും. 100.18 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ട. സോൾവെന്റ്, ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്, വെള്ളത്തിന്റെ എത്രയാ? 100. ഇത് നിങ്ങൾക്ക് തരില്ല. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100. അപ്പൊ എത്ര കിട്ടി? ഡെൽറ്റ ടി ബി എത്ര കിട്ടി? 0.18. പല കുട്ടികൾക്കും ഇവിടെ വരും, സാറേ ഇത് ഡിഗ്രി സെൽഷ്യസ് ഇനി കെൽവിനിലേക്ക് മാറ്റണോ? ഡിഫറൻസിന് കെൽവിനിലേക്കൊന്നും ചേഞ്ച് ചെയ്യേണ്ട. ഡിഫറൻസ് ആണ്. ഡിഫറൻസ് അതെന്താണ്? ആക്ച്വലി സെയിം ആയിരിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി യൂണിറ്റ് ഒന്നും കൊടുക്കണ്ട. അപ്പോ ഡെൽറ്റ ടി ബി ഈക്വൽ ടു 0.18. ഇനി ക്വസ്റ്റ്യൻ കണ്ടിന്യൂ. വാൻ ഹോ ഫാക്ടർ ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇക്വേഷൻ എന്തായിരിക്കും? റീഅറേഞ്ച്മെന്റ് ചെയ്യും. ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു, കണ്ടോ ക്വസ്റ്റ്യൻ നോക്കുന്നത് അല്ലെ. ഡെൽറ്റ ടി ബി ഈക്വൽ ടു, നമ്മൾ ഫുൾ ഇക്വേഷനിലേക്ക് വരാം. അത് എഴുതി കഴിഞ്ഞിട്ട് ആൻസറിലേക്ക് പോകണം. ഡെൽറ്റ ടി ബി ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം. എം തന്നിട്ടുണ്ട്. വേഗം കണ്ടെത്തിയ, പെട്ടെന്ന് കിട്ടി. അവിടെ കിട്ടി അല്ലെ. ഡെൽറ്റ ടി ബി എത്രയാ? 0.18. ഐ എത്രയാ? ഐ ആണ് കണ്ടെത്തേണ്ടത് അല്ലെ. കെ ബി എത്രയായിരുന്നു? 0.512 ഇൻറ്റു എം എത്രയാ? 1 അല്ലേ. സോ വേഗം കണ്ടെത്തുക. ഐ ഈസ് ഈക്വൽ ടു ഇവിടെ തന്നെ നിർത്താം അല്ലെ. 0.18 ഡിവൈഡഡ് ബൈ 512. കിട്ടിയ ആർക്കെങ്കിലും? പോയിന്റ് 35 കണ്ടാൽ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ? അസോസിയേഷൻ കേട്ടോ. അപ്പൊ തന്നെ എഴുതണം ഐ ലെസ് ദാൻ 1, സോ അസോസിയേഷൻ. നമ്മൾ എഴുതിയേക്കണെന്ന് കേട്ടോ. ഓക്കെ. അയ്യാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ ടീച്ചറിന് മനസ്സിലാവും പഠിച്ചിട്ടുണ്ട്, മിടുക്കനാണ് അല്ലെ. അല്ലാതെ എക്സാമിന്
നിങ്ങൾ പറയണം ഞാനൊന്നും പറയാതെ ടീച്ചറിന് മനസ്സിലായിക്കൂടെ ഇത്ര എഴുതിയുമ്പോ കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിൽ നല്ലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എക്സ്പ്രസ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് തരാൻ തോന്നണം കേട്ടോ. ഓക്കെ, അപ്പൊ എവിടെയാണോ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ അവിടേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആ സ്ട്രാറ്റജി യൂസ് ചെയ്ത് പരമാവധി കൺവേ ചെയ്യാൻ നോക്കണം. ഇനി നിങ്ങൾ ഈ അബ്നോർമൽ മോളിക്കുലർ മാസിന്റെ ക്വസ്റ്റ്യൻസിനെ ഓരോന്നായിട്ട് ഒബ്സർവ് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 91 മുതൽ അടുത്ത പേജ് 91 മുതൽ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന മെത്തേഡ് പറയാനാണ് കേട്ടോ. 91 അവിടെ ഇട്ടേക്കുന്ന ആൾ ആരാണെന്ന് നോക്കിയേ. 91 ഉണ്ടോ? ഓക്കെ, ബെൻസോയിക് ആസിഡ് അവിടെ എന്തുണ്ട്? COH. അപ്പോ എന്തോ ഐ വന്നിട്ടുണ്ട്, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഇക്വേഷനിൽ ഐ ഇട്ട് ചെയ്യണം ഉണ്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. MgCl2 അല്ലെ, MgCl2 ഉണ്ടോ, സോൾട്ട് ആണ്. ഐ എന്തായിരിക്കും അതിന്റെ? കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണെങ്കിൽ 3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 2 gram ഓഫ് സൾഫർ വാസ് ഡിസോ, അത് മാത്രം ഇത്തിരി വ്യത്യാസമുണ്ട്, CH2. പക്ഷെ അവിടെ അവർ ചോദിച്ചിട്ടുണ്ട് കാൽക്കുലേറ്റ് ഫോർമുല ഓഫ് S8. നല്ല ക്വസ്റ്റ്യൻ ആണ്, വേഗം ഇപ്പൊ ചെയ്യാം കേട്ടോ. ഓക്കെ കണ്ടോ, അത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ എടുത്തോ, അതിൽ ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് ഡിഫറന്റ് ആയിട്ട് അവന്മാർക്ക് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക, അത് 2016 വന്നേക്കുന്നതാണ്. നല്ല ക്വസ്റ്റ്യൻ. 93 ക്വസ്റ്റ്യൻ നമ്പർ എല്ലാവരും 93. When 2.56 gram of sulfur was dissolved in a 100 gram of CH2. അത് കണ്ടാൽ സോല്യൂട്ട് എത്രയാണ്? സോല്യൂട്ട് എത്രയാ? 2.56 എന്ന് പറഞ്ഞാൽ സോല്യൂട്ട് എന്ന് പറഞ്ഞാൽ W2 നിങ്ങൾ എഴുതി വെച്ചു. ഇനി സോൾവെന്റ് എത്രയാണ്? 100 ആണ്. എത്രയാ? W1 അല്ലെങ്കിൽ A എന്നാണ് പഠിച്ചേക്കുന്ന ആൾക്കാരാണെങ്കിൽ A. The freezing point lower by 0.383. ആരും പറയണ്ട, ഞാൻ ചോദിക്കട്ടെ, അതെന്താണ്? ഡെൽറ്റ TF. ഓക്കെ ആണോ? ഡെൽറ്റ TF എടുത്തെഴുതാം. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഓരോ ലൈനിൽ നിന്നും നിങ്ങൾ ഇങ്ങനെ എടുത്തു പോകണം, അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. ഓക്കെ, കാൽക്കുലേറ്റ് ഫോർമുല ഓഫ് എ സൾഫർ SX. അതാണ് ചോദിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞ എന്ത് കണ്ടെത്താനാണ് ചോദിച്ചേക്കുന്നത്? എന്ത് കണ്ടെത്താനാണ് ചോദിച്ചേക്കുന്നത്? ആരും പറയണ്ട. അല്ല, അറിയുന്ന ആൾക്കാർ പറഞ്ഞു, മനസ്സിലായി. ഇത്ര സമയം ആരും പറഞ്ഞിട്ടില്ല. N എന്ന് പറഞ്ഞു, മോൾ എന്ന് പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ എഴുതി നോക്കിയിട്ട് എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ചേ. എന്ത് കണ്ടെത്തിയിട്ട് അതിലേക്ക് എത്താൻ പറ്റും? ആദ്യം മോളിക്കുലർ മാസ് കണ്ടെത്തണം. ഇനി നോക്ക്, നിങ്ങൾ പറഞ്ഞില്ലേ ഈ നമ്പർ ഓഫ് മോൾസ് എന്നൊക്കെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അതിൽ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടാവുന്ന കാര്യമുള്ളൂ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു, ഇതിലേക്ക് നിങ്ങൾ എത്തരുത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വരും. എങ്ങനെ എത്തി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കൊണ്ടോ. ആദ്യം എന്ത് തന്നിട്ടുണ്ട് അവിടെ? ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച്മെന്റ് ചെയ്ത് എഴുതിയേ. ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ TF ഈക്വൽ ടു ഫ്രീസിംഗ് പോയിന്റ് അല്ലേ? ഡെൽറ്റ TF ഈക്വൽ ടു KF ഇൻറ്റു M. ഐ ഉണ്ടോ? ഐ ഉണ്ടോ ഇല്ലയോ? അയ്യോ, അവര് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ? നമുക്കറിയില്ല സൾഫർ അസോസിയേറ്റീവോ ഡിസോസിയേറ്റീവോ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. COH അങ്ങനെയാണെങ്കിൽ ഐ ഇടരുത് കേട്ടോ, ഓർത്ത് നോക്കാം. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ വന്നു അതും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഐ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ വെച്ച് അറിയാം. നിങ്ങൾ ഈ ഐ ഇടാതെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം വരിക എന്നുള്ള ആ കണക്ഷനും കൂടി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഐ ഉണ്ട് ശരിക്കും, പക്ഷെ അത് എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തി കാണിച്ചു തരാം. ഇങ്ങനെ ഇക്വേഷൻ എഴുതി. ഡെൽറ്റ TF എത്രയായിരുന്നു പറഞ്ഞേ? നിങ്ങൾ പറ. 0.383. ഇനി ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. KF ഇൻറ്റു
W2 divided by M2 into 1000 divided by W1 ഗ്രാമിലാണെങ്കിൽ ഓക്കെ then 0.383 equal to KF ന്റെ വാല്യൂ എത്രയായിരുന്നു 1. വാട്ടർ അല്ലേ 1.86 വാട്ടർ അല്ലേ അല്ലെങ്കിൽ തന്നിട്ടില്ലേ KF 3.83 KF കേട്ടോ 3.83 എന്താ അങ്ങനെ പറഞ്ഞു വാട്ടർ ആണെങ്കിൽ 3.83 KF തന്നിട്ടുണ്ടോ അവിടെ ബ്രാക്കറ്റ് ഇട്ട് കേട്ടോ W2 എത്രയായിരുന്നു W2 2.56 അത് നിങ്ങളൊന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എളുപ്പം ഓക്കെ ഈ M2 തന്നിട്ടില്ല ബാക്കി എല്ലാം തന്നിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇത് കണ്ടോ ഇങ്ങനെയാ കണ്ടെത്താൻ നോക്കുക നിങ്ങൾ ആലോചിക്കുമ്പോൾ വാല്യൂ എടുത്ത് എഴുതുക എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഇപ്പൊ ഒരാൾ പറഞ്ഞുകൊണ്ട് മനസ്സിലായി അല്ലെങ്കിൽ എന്ത് ചെയ്യണം വാല്യൂ ഇട്ട് നോക്കണം ഇതിൽ തരാത്ത ഒരാളായിരിക്കും ഇത് കണ്ടെത്തണ്ടേ ഓക്കെ ഇനി എന്ത് കിട്ടും ഇവിടെ എത്ര കിട്ടും 100 ഇത് ഗ്രാമില് കിലോഗ്രാമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ 1000 കൊടുത്തേക്കുന്നത് കേട്ടോ ശരിക്കും കിലോഗ്രാമിലാണ് ചെയ്യേണ്ടത് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 1000 വന്നേക്കുന്നത് അപ്പൊ കിലോഗ്രാമിലേക്ക് ആയിക്കോളും ഇനി ഇവിടെ നിങ്ങൾക്ക് M2 എങ്ങനെയായിരിക്കും റീഅറേഞ്ച്മെന്റ് ചെയ്യുമോ ഇത് പ്രതി കൊണ്ടുവരും ഇതിന് താഴെ കൊണ്ടുവരും അല്ലെ അപ്പൊ 3.83 ആർക്കെങ്കിലും കിട്ടിയോ വന്നിട്ട് ക്യാൻസൽ ചെയ്യുന്ന രീതിയിലാണല്ലോ തന്നേക്കുന്നത് അല്ലേ എത്ര കിട്ടി 2 കാരണം ഇത് എത്ര ടൈം പോകും അല്ലേ 10 ഇതും കട്ടായി പോകും അല്ലേ അപ്പൊ എത്ര കിട്ടും 256 M2 ഇനി സൾഫറിന്റെ മാസം എത്രയായിരുന്നു സൾഫറിന്റെ മാസ് 32 സൾഫറിന്റെ മാസ് 32 അങ്ങനെയാണെങ്കിൽ M2 ഇസിക്കൽ എത്ര വരും ഇപ്പൊ M2 കിട്ടി ഇനി SX കണ്ടെത്തുമ്പോ അല്ലെ മോളിക്കുലർ മാസ് ആണ് തന്നിരിക്കുന്നത് 256 ഡിവൈഡഡ് ബൈ 32 അപ്പൊ എത്ര കിട്ടും 8 കണ്ടോ ഓർത്ത് നോക്കുക 8 ഇനി നിങ്ങൾ ആലോചിക്കുക ഇത് അസോസിയേഷൻ ആണോ ഡിസോസിയേഷൻ ആണോ I less than 1 ആയിരിക്കും ഇതിന് ചാൻസ് ഇവർ I തന്നിട്ടില്ല ഇത് I less than 1 ആയിരിക്കും ഇനി ഐഡി ഇക്വേഷൻ എന്ന് പറഞ്ഞേ ഐഡി ഇക്വേഷൻ എന്തായിരുന്നു നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളിക്കുലർ മാസ് അങ്ങനെയാണെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ ഞാൻ ഒന്നും കൂടി കയറ്റിപ്പിടിക്കുകയാണ് ഇതിന്റെ I കണ്ടെത്തണം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് നോക്ക് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന അങ്ങനെയല്ലേ നമ്മളൊരു ക്വസ്റ്റ്യൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്ര ചാൻസ് ഉണ്ട് Y ഈക്വൽ എന്താ പഠിപ്പിച്ചേക്കുന്നത് നോർമൽ മോളിക്കുലർ മാസ് എത്രയാ 32 അബ്നോർമൽ മോളിക്കുലർ മാസ് എത്രയാ 256 ആൻസർ എത്രയായിരിക്കും 1/8 അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ I less than 1 അസോസിയേഷൻ അല്ലേ ഇത് ഓർത്തോക്കെ 8 മോളിക്യൂൾ അസോസിയേറ്റ് ചെയ്ത് ഒന്നായി 8 അതല്ലേ SX എന്ന് പറഞ്ഞ ഉണ്ടോ ഓർത്തോക്ക അപ്പോ SX കണ്ടാൽ തന്നെ അതെന്താ അസോസിയേഷൻ ആണെന്ന് ആദ്യമേ കണ്ടെത്തണം ഓക്കെ അപ്പൊ അങ്ങനെ ഓർത്തു വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ അപ്പൊ ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കാം ഇതാണ് വരുന്നത് അപ്പൊ ഇവിടെ ഒരു നല്ല ട്രിക്കി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഉണ്ടോ ആ മാറ്റി വന്നേക്കുന്നത് ഇനി നിങ്ങൾക്ക് ആൻസർ ഇതിലേക്ക് എന്താണ് സാധനം SX എന്ന് കണ്ടു ഇതുവരെ കാണാത്തതാണെങ്കിൽ പോലും നിങ്ങൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം ആ ഇക്വേഷൻ എഴുതി I ഒന്നും പറഞ്ഞിട്ടില്ല I 2 കാര്യത്തിലാണെങ്കിൽ I കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ ഏതിനൊക്കെയാ സോൾട്ട് രണ്ടാമത് എന്താ COH അല്ലാതെ ലോകത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്നേ അസോസിയേഷൻ ഉണ്ട് അസോസിയേഷൻ ഡിസോസിയേഷൻ അതുണ്ട് പക്ഷെ നിങ്ങളോട് പറയുന്നത് എന്താ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ബോർഡ് എക്സാമില് വന്നേക്കുന്ന ഈ 2 എണ്ണത്തിൽ മാത്രം നിങ്ങൾ I കൊടുത്താൽ മതി ബാക്കിയുള്ള അല്ലാത്ത ക്വസ്റ്റൻ ആണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കണ്ടെത്തി ഇവിടെ I വരില്ല അതാ പറഞ്ഞ സോൾട്ട് ആണെങ്കിൽ എന്തായിരിക്കും ഡിസോസിയേഷൻ COH ആണെങ്കിൽ ആണ് കൂടുതൽ ചാൻസ് അല്ലെങ്കിൽ അവര് എന്തെങ്കിലും ക്ലൂ ഉണ്ടാവും മനസ്സിലായി എന്ന് പറഞ്ഞാൽ I എവിടെ ഇടണം COH വന്നാലും സോൾട്ട് വന്നാലും അപ്പൊ പിന്നെ ഈ കാറ്റഗറി ആണെന്ന് കിട്ടും മനസ്സിലായി ഓർത്ത് നോക്കാം അല്ലാതെ വന്നാൽ ഇടണ്ട അല്ലാതെ സാധാരണ അപ്പൊ ഈ ക്വസ്റ്റൻ കണ്ടപ്പോ ഞാൻ ഇട്ടത് ഡെൽറ്റ DF into KF into എനിക്ക് അറിഞ്ഞൂടെ ഈ ചാപ്റ്റർ ഏതാ അബ്നോർമൽ മോളിക്കുലർ മാസ് അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഒരു പ്രഡിക്ഷൻ ഉണ്ടാവും അബ്നോർമൽ മോളിക്കുലർ മാസ് ആണ് എന്നാ പിന്നെ എല്ലാത്തിനും I into KB into M അങ്ങനെയല്ല നിങ്ങൾ ഒരു ക്വസ്റ്റിനെ റെസ്പെക്ടോടുകൂടി വായിക്കണം
എന്നിട്ടേ നിങ്ങൾ കണ്ടെത്താവൂ കേട്ടോ. ഓക്കെ, അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 102 ഒന്ന് വായിച്ചേ. 102 ഫിനോൾ അസോസിയേറ്റിനെ ബെൻസീൻ കണ്ടോ, ഒന്നല്ലെങ്കിൽ ഇത് കണ്ടോ, ഫിനോൾ അസോസിയേറ്റിനെ ബെൻസീൻ ടു സർട്ടൻ എക്സ്റ്റെന്റ് ടു ഫോം എ ഡയമർ. അപ്പൊ ഏതായിരിക്കും ഡയമർ? കണ്ടതായിരിക്കും അസോസിയേഷൻ. ഡയമർ കണ്ട അസോസിയേഷൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നല്ലെങ്കിൽ അവര് തന്നിട്ടുണ്ടാവും ഇതുപോലെ അല്ലെ. അപ്പൊ I less than 1 കംപ്ലീറ്റ് ആണെങ്കിലും കംപ്ലീറ്റ് എന്ന് പറഞ്ഞാ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ I = എത്രയാ 1/2. n എത്രയായിരിക്കും ഡയമർ എന്ന് പറഞ്ഞാ 2. n എപ്പോഴും എന്തായിരിക്കും 2 ആയിരിക്കും. ഡയമർ എന്ന് പറഞ്ഞ ട്രൈമർ എന്ന് പറഞ്ഞ n എത്രയാ 3. 1/3 എപ്പോഴാ വരുന്നത്? കംപ്ലീറ്റ് അസോസിയേഷൻ. കംപ്ലീറ്റ് അസോസിയേഷൻ വന്നാൽ I = 1/3. കംപ്ലീറ്റ് അല്ലെ അസോസിയേഷൻ. ട്രൈമർ എന്ന് പറഞ്ഞാൽ 1/3 ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ അവിടെ n എത്രയായിരിക്കും? അവിടെ 3 ആയിരിക്കും. ഡയമർ എന്ന് പറഞ്ഞാൽ n എത്രയാ 2 കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് വരാം. എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 20 gram ഓഫ് ഫിനോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇൻ 1 kilogram ഓഫ് ബെൻസീൻ. അങ്ങനെ കാണുമ്പോൾ തന്നെ എന്തൊക്കെ തോന്നുന്നു? എന്തായിരിക്കും? അവിടെ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് 20 gram ഓഫ് ഫിനോൾ ഇൻ 1 kilogram ഓഫ് ബെൻസീൻ, അങ്ങനെ വായിച്ചത് എന്തായിട്ടാ തോന്നുന്നത്? അപ്പൊ ചെറിയ എമൗണ്ട് ആരാ? സോല്യൂട്ട്. അപ്പൊ എന്താണ്? ആദ്യമേ തന്നെ എഴുതണം അല്ലെ. 20 gram സോല്യൂട്ട് മാസ് W2 20. വേഗം എഴുതി പോയേ. W2 20 gram. W1 എന്താണ് അല്ലെ? വെയിറ്റ് ഓഫ് സോൾവെന്റ്. വെയിറ്റ് ഓഫ് സോൾവെന്റ് എത്രയായിരുന്നു? 1 kilogram. ബെൻസീൻ ഹാസ് ഇറ്റ്സ് ഫ്രീസിംഗ് പോയിന്റ് ലോവേർഡ് ബൈ 0.69. അപ്പൊ എന്തായിരിക്കും? ഡെൽറ്റ TF equal to എത്രയാ? 0.69. Calculate the fraction of phenol and has dimerization. Calculate the fraction of phenol that has dimerization. എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആൽഫ. കണ്ടോ? ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ആദ്യം എന്ത് കണ്ടെത്തണം? I കണ്ടെത്തണം. I എത്ര കിട്ടി? കണ്ടെത്തിയ MB അവിടെ തന്നിട്ടുണ്ടോ? ഫിനോൾ ആണ് തന്നേക്കുന്നത് അല്ലെ. അപ്പൊ അത് കണ്ടെത്തണം. അതേശം 2011 ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഫിനോളിന്റെ മോളിക്കുലർ മാസ് എങ്ങനെയാ കണ്ടെത്താം? C6H5OH. ഫിനോളിന്റെ മോളിക്കുലർ മാസ് അങ്ങനെ കണ്ടെത്തണം കേട്ടോ. പണ്ട് തരില്ലായിരുന്നു, ഇപ്പൊ നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. C6H5OH. അപ്പൊ 6 × 12 അങ്ങനെ എടുത്ത് കണ്ടെത്തണം കേട്ടോ. ഓക്കെ, $94 ആണ് കേട്ടോ ഫിനോള് ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ. 94 ആണ്. കേട്ടോ. ഓക്കെ, ഞാൻ വരാം. കൂട്ടുണ്ടോ? അത് കിട്ടിയില്ലേ? ഏതാ? ഡയമർ എന്ന് പറഞ്ഞ എന്താ? അല്ലാതെ നമ്മൾ I ഉണ്ടെന്ന് പറഞ്ഞു തരൂ. കണ്ട അവര് തരുന്ന ക്ലൂല് COH കണ്ടാ ഇട്ടേക്കണം. ഡയമർ എന്നൊക്കെ കണ്ട അപ്പൊ തന്നെ ഇടണം. ട്രൈമർ, അപ്പൊ സാറ് പറഞ്ഞ ഡയമർ ട്രൈമർ അങ്ങനെയൊക്കെ കണ്ട അപ്പൊ തന്നെ I ഇടണം. കണ്ടോ? ഓക്കെ, എന്നിട്ട് I ആദ്യം കണ്ടെത്തണം കേട്ടോ. ഓക്കെ, കിട്ടിയോ? ബുക്കില്ലേ? ഷെയർ ഇതെഴുതി ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു. നോട്ട് കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? അവിടെ നിന്ന് വെച്ച് ബാക്കിൽ നോക്കിയോ I എത്ര കിട്ടുന്നു കേട്ടോ. സമയം കളയണ്ടാലെന്ന് എഴുതിട്ടാ. എന്നാലും ഏകദേശം വീട്ടിൽ പോയിട്ട് ആ കാൽക്കുലേഷൻ ടൈം നോക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ബെറ്റർ ആണ്.
നിങ്ങൾ ഇതിന്റെ ബാക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെഴുതുക ആദ്യം ഒരു M2 കണ്ടെത്തും. ഈ ചെയ്യുന്ന മെത്തേഡിൽ അവർ ചെയ്യാം കേട്ടോ. M2 കണ്ടെത്തിയിട്ട് വീണ്ടും I കണ്ടെത്തുന്ന രീതിയാണ്. അത് വേണ്ട, ഒറ്റയടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അതാണ് ബെറ്റർ. ക്യാൻസൽ ചെയ്യുമ്പോൾ ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ചെയ്തോ. ഇൻറ്റു കിട്ടി. ടൈമർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അസോസിയേഷൻ. അപ്പൊ ആൽഫ ഈക്വൽ ടു അതാണ് ഏതാ നെഗറ്റീവ് മുകളിലും വരും. ഇപ്പൊ കട്ടായി പോക്കോളും, പേടിക്കണ്ട. ഉണ്ടോ? ഓക്കെ, രണ്ടിലും അങ്ങനെയാ, മറ്റേലും കേട്ടോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞു തിരിച്ചിട്ടാലും കിട്ടും കേട്ടോ. ഓക്കെ, പക്ഷെ ചെറിയൊരു കൺഫ്യൂഷൻ വേറെ തലത്തിൽ വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കിട്ടി. എത്ര കിട്ടി? കിട്ടി അല്ലേ? 74% അല്ലേ? I 0.63 61 വലിയ കുഴപ്പമില്ല അല്ലെ? 63 നിയർ ബൈ ആണ്. എന്നാലും കറക്റ്റ് ആയിട്ടൊക്കെ നോക്കുക കേട്ടോ. I അപ്പൊ കിട്ടി 0.63. I കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെന്തായിരിക്കും ഇക്വേഷൻ? ഡയമർ എന്നുള്ളൊരു വേർഡ് ഉണ്ട് അല്ലെ? ഡയമർ വന്നാൽ അവിടെ എന്താണ്? ആൽഫ. ആൽഫ ഈക്വൽ ടു I minus 1 divided by 1 by n minus 1. ഇനി n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് മോളിക്യൂൾ പാർട്ടിസിപ്പേറ്റ് ഇൻ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. അങ്ങനെ വരുമ്പോ എന്തായിരിക്കും? ആൽഫ. ആൽഫ ഈക്വൽ ടു എന്തായിരിക്കും? I എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഇവിടെ കിട്ടിയത്? 0.63 അല്ലേ കിട്ടെ? -1 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾ പാർട്ടിസിപ്പേറ്റ്. ഡൈ എന്ന് പറഞ്ഞാൽ എത്രയാ? 2. അപ്പൊ n ഈക്വൽ 2 ആണ്. അപ്പൊ 1/2 മൈനസ് 1 1/2 മൈനസ് 1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1/2 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ? ഓക്കെ, അപ്പൊ 0.5 മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? -0.5. ഓക്കെ, അപ്പൊ ആൽഫ ഈക്വൽ ടു 0.63 മൈനസ് 1 ഡിവൈഡഡ് ബൈ -0.5. ഇവിടെ മൈനസ് വരും, ശരിയല്ലേ? അപ്പൊ എത്ര കിട്ടും? 0.437. മൈനസ് ആയിരിക്കും അത്. -0.5 മൈനസും പ്ലസ് ആയി അല്ലെ? ക്യാൻസൽ ആയി പോയി. ഒരു മിനിറ്റ് കേട്ടോ. എന്ത് പറ്റി? നെറ്റ് കണക്ട് ആയി, ഡിസ്കണക്ട് ആയി. ദെൻ ലാസ്റ്റ് ആൻസർ എത്ര കിട്ടി? 0.5 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? ഇൻറ്റു 2 വരൂല്ലേ? ഇൻറ്റു 2 വരുമ്പോ എത്രയോ? 37 into 2 അല്ലേ? എത്ര കിട്ടി? 0.74. അപ്പൊ എത്ര പെർസെന്റേജാ? പെർസെന്റേജ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 100. സോ 74% എന്ത്? 74% അസോസിയേഷൻ. വേർഡിൽ എഴുതണം 74% അസോസിയേഷൻ കേട്ടോ. നെറ്റ് ഓട്ടോമാറ്റിക്കലി കട്ടായി പോയതാണ് കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് നെറ്റ് ഓട്ടോമാറ്റിക്കലി പോയതാണ്. നേരത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ആൽഫ ഇൻറ്റു 100 ആണ്. 74%. വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക,
ഇത് ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, ഐക്ക് വേണ്ടി നമ്മൾ ഒരു ക്ലാസ് തന്നെ എടുത്തു. ഇതിനു മുമ്പത്തെ ഒരു ക്ലാസ് ഒരു ചാപ്റ്ററിന്റെ ബാക്കി എല്ലാ പോർഷനും എടുത്തു. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ലൈനുള്ള കാര്യത്തിനാണ് ചെയ്തത്. കാരണം ഇതാണ് ഏറ്റവും ടഫസ്റ്റ് ഏരിയ. ഈ ടഫസ്റ്റ് ഏരിയ ക്വസ്റ്റ്യൻസ് തന്നെ നോക്കി പഠിക്കേണ്ട ഏരിയ ആണ്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ വേറെ ഒന്നുമില്ല. ഇതിന് പകരം ഇക്വിലിബ്രിയവും ബാക്കിലെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ല. ഒബ്സർവേഷൻ ചെയ്യണം. ഇങ്ങനെയുള്ള ഏരിയയില് 2 കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്യേണ്ടത്. ഒന്ന് സോൾട്ട്, രണ്ടാമത് CO2 വന്നാൽ ഈ ഒരു ഏരിയയിൽ ഏതാണെന്ന് കൊണ്ടുവരും. ഏതാ? ഇക്വിലിബ്രിയം 7ാമത്തെ ചാപ്റ്റർ 11th. അതിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ 2 ക്വസ്റ്റ്യൻ കൂടി ഇതിലെ ടഫ് ആയിട്ടുള്ളത്. കെ തന്നിട്ട് ആൽഫ ചോദിക്കുന്നത് കേട്ടോ. കെ തന്നിട്ട് ആൽഫ ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഇതില് ആയിട്ടുള്ള വരുന്നുണ്ട്. അപ്പൊ അതും കൂടി നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ക്ലിയർ ആണ് കേട്ടോ. ഇതായിപ്പോ ഏതാ? ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. ഓർത്ത് നോക്കുക, ഇവിടെ വന്നില്ല, പക്ഷെ ആ ക്വസ്റ്റ്യൻ അല്ലെ ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെയും എടുത്തു വരാം കേട്ടോ. അപ്പോ ആ ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ക്ലിയർ ആയി കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഇലക്ട്രോകെമിസ്ട്രി ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ 1-ാം തീയതി ആണ്. 2 കാര്യങ്ങൾ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങൾ ഈ ബുക്കില് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ട് എത്ര ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്തു എന്നുള്ളത് എഴുതി. എത്ര ക്വസ്റ്റ്യൻസ് ഇവിടെ നോക്കിയേ, ഫ്രണ്ട് പേജിൽ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ബുക്ക് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, ബുക്ക് കൊണ്ടുവരണം. അതിന്റെ ഫ്രണ്ടില് ഓരോ ചാപ്റ്ററിന്റെയും എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ടിക്ക് ചെയ്തേക്കണം. എന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. നിൽക്കണം കേട്ടോ, 1 മിനിറ്റ്. കേട്ടോ, വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം.